ഇനി എങ്ങനെയാണ് കുറച്ചും കൂടി കോർ ഇഷ്യൂസിലേക്ക് നമ്മൾ വരിക. ഒരു ജിന്നി എന്റെ ശരീരത്തിൽ കയറി അല്ലെങ്കിൽ കയറിയില്ല എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഇതിന്റെ പല ലക്ഷണങ്ങളും. അതിൽപ്പെട്ട ഒരു ലക്ഷണം സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായപ്പോൾ എങ്ങനെ മനസ്സിലാക്കിയത്? ഒരവസ്ഥ വന്നു, സാധാരണ ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് സ്വാഭാവികമായുള്ള ചികിത്സാ മുറകളൊക്കെ സ്വീകരിച്ചു നോക്കി. സാധാരണ നിലക്കുള്ള ചികിത്സാ മുറ എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കാണ് ചികിത്സ ഉണ്ടാകുക. ഒന്ന് ഖദരി, മറ്റൊന്ന് ശർഈ. ഖദരിയായ കൗനിയായ ചികിത്സ എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കൾ, അതിന് ചില സവിശേഷതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിന്റെ സൃഷ്ടിപ്പിൽ. ആ വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഏതുപോലെ ചില ചെടികൾ, ആ ചെടിയുടെ ഇലട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പനി കുറയും, അല്ലെങ്കിൽ ജലദോഷം പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് കൗനിയായ ഖദരിയായ ചികിത്സകൾ. ഇനി രണ്ടാമത് ശർഈയായ ചികിത്സകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചു തന്ന, ഖുർആനിലോ ഹദീസിലോ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അത് ചിലപ്പോൾ ചില വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോ ചില പ്രാർത്ഥനകൾ റുഖിയകളിലൂടെ ആയിരിക്കും. അങ്ങനെയുള്ള അറിയപ്പെട്ട ചികിത്സകള് ഖദരിയായ ചികിത്സകൾ നടത്തി നോക്കി. ഖദരിയായ ചികിത്സകൾ കൊണ്ട് അത് മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് മറ്റെന്തോ ചില പ്രയാസങ്ങളുണ്ട് എന്ന്. അല്ലാമത്തുൽ അൽബാനിയോട് ഒരിക്കൽ ചോദിച്ചു, എങ്ങനെയാണ് ഒരു ജിന്ന് അല്ലെങ്കിൽ ഒരു പിശാച് ശരീരത്തിലുണ്ട്, നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ ശക്ക് അന്ന ലഹാ വവാഹിർ, അതിന് കുറെ പ്രത്യക്ഷമായ ലക്ഷണങ്ങളുണ്ട്. മിൻഹ, അതിൽപ്പെട്ട ഒന്ന് അന്ന ശഖ്സൽ മൽകൂർ, ആ പിശാച് ശരീരത്തിൽ പ്രവേശിച്ച പിശാചിന്റെ ശല്യം സഹിക്കുന്ന ഈ വ്യക്തി ഖദ് ആരജ നഫ്സഹു ഇൻദൽ അത്ബാഇ മിറാറൻ, ഡോക്ടർമാരുടെ അടുക്കൽ പോയി ഖദരിയായ കൗനിയായ ചികിത്സ പലതവണ ചെയ്തു നോക്കി. വതക്റാറൻ, ആവർത്തിച്ച് ചെയ്തു. ഫമാ നജഹ തിബ്ബുഹും ഫീ, അവരുടെ ചികിത്സ ഒന്നും അദ്ദേഹത്തിൽ വിജയിച്ചില്ല. അപ്പൊ മനസ്സിലാക്കാം ഇത് ഖദരിയായ നിലക്ക് പോകാവുന്നതല്ല, ഇത് റുഖയിലൂടെ പോകേണ്ട പിശാചിന്റെയാണ്. ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. വേറെ ലക്ഷണങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങളുമായി ബന്ധമുള്ളവർക്ക് കുറച്ചും കൂടി പ്രത്യക്ഷമായ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരാൾക്ക് പിശാചിന്റെ ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പരിഹാരം എന്താ? മുള്ളോണ്ട് മുള്ളെടുക്കുന്ന രീതിയിൽ സിഹർ ചെയ്താൽ സാഹറിന്റെ അടുക്കൽ പോയിട്ട് അത് അഴിച്ച് ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ അത് തിരിച്ചു വെക്കുന്ന രണ്ടെണ്ണം ഉണ്ടാകുക. ഒന്ന് എനിക്ക് വന്നത് അങ്ങ് ഒഴിവാക്കും, എനിക്ക് വന്നത് ഒഴിവാക്കുക മാത്രമല്ല തിരിച്ചു മറ്റൊന്നും എന്നിട്ട് അങ്ങോട്ട് തന്നെ വിടും. ഇങ്ങനെ രണ്ട് രൂപത്തിലും ചെയ്യാറുണ്ട്. ഇങ്ങനെ എനിക്ക് വന്നത് സിഹറിലൂടെ തന്നെ നസിർ ചെയ്യുന്ന, കെട്ടഴിക്കുന്ന സിഹറിലൂടെയോ അല്ലാതെയോ അത് അഴിച്ച് ഒഴിവാക്കുന്ന രീതിയുണ്ട്. അതിനാണ് ഹല്ല് നശറത്ത് എന്ന് പറയാം. ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു ബാബുണ്ട്, ഹൽ യുസ്തഖറത്തു സിഹർ, സിഹർ ചെയ്തിട്ടുള്ള വസ്തു പുറത്തെടുത്തിട്ട് അത് വേർപ്പെടുത്തിയിട്ട് അതിന്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? വഖാല ഖതാദത്തു, ഖതാദ പറയാണ്, ഞാൻ സഈദ് ഇബ്നു മുസയ്യിബിനോട് ചോദിച്ചു, ഖുൽതു ലി സഈദ് ഇബ്നുൽ മുസയ്യിബ് റജുലുൻ ബിഹി സിബ്ബുൻ, ഒരു വ്യക്തിക്ക് സിഹർ ബാധിച്ചു, ഔ യൂഖദു അൻ ഇംറാതിഹി, അല്ലെങ്കിൽ ഭാര്യയുടെ അടുക്കലേക്ക് അദ്ദേഹത്തിന് സമീപിക്കാൻ പറ്റുന്നില്ല, നേരത്തെ പറഞ്ഞ രീതി, അയുഹല്ലു അൻഹു ഔ യുനശർ, അത് സിഹറിലൂടെ അഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ഖാൽ, അത് അഴിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളൂ, സിഹറിലൂടെ എന്ന് പറഞ്ഞിട്ടില്ല. ഖാല ലാ ബഅസ ബിഹി, കുഴപ്പമില്ല. ഹല്ല് നശറിന് പല മാർഗങ്ങളുണ്ട്, അതിൽ ഇവിടെ ഏത് മാർഗമെന്ന് ചോദിക്കാതെ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റും. ഇന്നമാ യുരീദൂന ബിഹി അൽ ഇസ്ലാഹ്, അതുകൊണ്ട് നന്മയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫഅമ്മാ മാ യൻഫഉ നാസ ഫലം യുൻഹാൻ, ജനങ്ങൾക്ക് ഉപകരിക്കുന്നതിനെ കുറിച്ച് അവരോട് വിലക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. ആ വിശദീകരണം ഇതിന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ കൊടുത്ത വിശദീകരണം കൂടി നമ്മൾ വായിക്കണം, അപ്പൊ കിട്ടും. സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ അഭിപ്രായം ഖതാദ ഉദ്ധരിക്കുകയാണ്, അന്നഹു കാന ലാ യറാ ബഅസൻ ഇദാ കാന ബിറജുലി സിഹ്റുൻ, എനിക്ക് സിഹർ ബാധിച്ചാൽ അൻ യംശിയ ഇലാ മൻ യുത്രിഖു അൻ,
ആ സിഹർ തന്നിൽ നിന്ന് റിലീസാക്കി കൊടുക്കുന്ന സിഹറിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് എനിക്ക് പോകാം. ഫഖാല ഹുവ സ്വലാഹ്, അത് നന്മയാണല്ലോ, അതിൽ കുഴപ്പമില്ല എന്നാണ് സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ അഭിപ്രായം. അദ്ദേഹം ഒരു താബിഈ വര്യനാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണത്. ഖാല ഖതാദത്തു, എന്നാൽ അതിന് തന്നെ എതിർ പക്ഷമുണ്ട്. ഖതാദ പറയാൻ വകാനൽ ഹസൻ യക്റഹു ദാലിക്, ഹസൻ യാനി ഹസൻ അൽ ബസ്രി അദ്ദേഹം യക്റഹു ദാലിക്, അദ്ദേഹം അത് സമ്മതിക്കുമായിരുന്നില്ല. അത് മക്രൂഹാത്തുകളിലാണ്, വെറുക്കപ്പെട്ടെന്നല്ല കേട്ടോ, വിലക്കപ്പെട്ട കാര്യങ്ങളിലാണ് അദ്ദേഹം അത് കണ്ടിരുന്നത്. ഇവിടൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ശരഹൽ വറക്കാത്ത് ഒരു വറക്കാത്തിന് വായിച്ചിട്ട് അതിന് മക്രൂഹാത്ത് പഠിച്ച എല്ലാവർക്കും അല്ലല്ല. എന്നാ ബുഖാരിയൊക്കെ യക്റഹു ദാലിക് എന്ന് അദ്ദേഹത്തിന്റെ ഇതിൽ പറഞ്ഞാൽ അത് മിനൽ മക്രൂഹാത്ത് വൽ മൻഹിയാത്ത്. ഇത് ഖതാദയുടെ വാക്കുദ്ധരിക്കുകയാണ് ചെയ്തത്. യഖൂൽ ലാ യഅലമു ദാലിക ഇല്ലാ സാഹിർ, എന്തുകൊണ്ടാണ് ഹസൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ സിഹർ ഒരാൾക്ക് ബാധിച്ചാൽ സിഹർ അത് കെട്ടഴിച്ചു കൊടുക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? സാഹിറിനെ പറ്റുള്ളൂ. സാഹിറിന്റെ അടുക്കലേക്ക് നമ്മൾ പോകാൻ പാടില്ലല്ലോ. قال فقال سعيد بن المسيب إنما نهى الله عما يضر ولم ينهى عما ينفع, ഉപദ്രവം ഉണ്ടാക്കുന്നതാ തടഞ്ഞത്, എന്നാൽ ഉപകാരമുള്ളത് തടഞ്ഞിട്ടില്ല എന്നാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞത്. പക്ഷെ അതല്ല, സാഹിറിന്റെ അടുക്കലേക്ക് ഒരു നിരക്കും പോകാൻ പാടില്ല എന്നതാണ് ഹസൻ റഹ്മഹുല്ലാഹ് പറഞ്ഞത്. വഖദ് അഖ്റജ അബൂ ദാവൂദ് ഫിൽ മറാസീൽ അൻ ഹസൻ റഫ്അഹു അൻ നുശ്റത്തു മിൻ അമലി ശൈത്താൻ, ഇങ്ങനെ നശ്ർ ചെയ്തു കൊടുക്കൽ പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് മറാസീലിൽ അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് പാടില്ല എന്നാണ് പറഞ്ഞത്. വസലഹു അഹ്മദ്, ഇമാം അഹ്മദ് അത് മൗസൂലായ നിലക്ക് ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു അബൂ ദാവൂദ് ബിസനദിൻ ഹസൻ അൻ ജാബിർ ഖാല ഇബ്നുൽ ജൗസി അൻ-നുശ്റത്തു ഹല്ലു സിഹർ അനിൽ മഖ്ഹൂർ, സിഹർ ബാധിച്ച ആളുകളിൽ നിന്ന് സിഹർ ഒഴിവാക്കുന്നതാണ് നുശ്റത്ത്. വലമ്മാ കാന യഖ്ദിറു അലൈഹി ഇല്ലാ മൻ യഅരിഫു സിഹർ, അത് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? സിഹർ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പറ്റൂല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് മുൻഗാമികളുടെ ഇടയിൽ അതിൽ ഖിലാഫുണ്ട് മസലയിൽ. പറ്റും പറ്റൂല. പറ്റുമെന്ന് പറഞ്ഞ ആളുകൾ സിഹറിലൂടെ പറ്റുമെന്ന് വളരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ സിഹറിലൂടെ അത് പറ്റൂല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ. ശരിക്കും അവരുടെ ഇടയിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. സിഹർ ബാധിച്ചത് ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കാൻ പറ്റും. സിഹറിലൂടെ ഒഴിവാക്കാൻ അവർ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞതൊക്കെ സിഹറിലൂടെ, മറുസിഹറിലൂടെ അത് ഒഴിവാക്കാൻ പറ്റൂല, സാഹിറിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റൂല എന്നാണ് ഇങ്ങനെ വിഷയത്തിൽ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സൂക്ഷ്മത എന്നുള്ള നിലക്ക് നമുക്ക് വേണമെങ്കിൽ സിഹറിനെ സിഹർ കൊണ്ട് ശമിപ്പിക്കാൻ പറ്റില്ല എന്ന തീരുമാനത്തിലെത്താം. സിഹർ അല്ലാത്ത അള്ളാഹു അനുവദിച്ചു തന്ന മറ്റു മാർഗങ്ങളിലൂടെ അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ ചികിത്സകളെ കുറിച്ച് നമുക്ക് നോക്കാം. ചികിത്സകളിൽ സിഹർ അതിന്റെ ശല്യം വരാതിരിക്കാൻ നമ്മൾ വന്ന് ബാധിച്ചിട്ട് അത് തടുക്കുന്നതിനേക്കാൾ പ്രധാനം വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ പ്രിവെന്റീവായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഉള്ള ശറഇലൂടെ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ള ഒരു വസ്തുവാണ്, ചികിത്സക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വസ്തുവാണ് മദീനയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മധ്യഭാഗത്തുള്ള ചില കാരക്കന്റെ അജുവ എന്ന് പറയുന്ന കാരക്ക. ബുഖാരി ഉദ്ധരിച്ചു, മൻ തസബ്ബഹ കുല്ല യൗമിൻ സബഅ തംറാത്തിൻ അജ്വതൻ, ഓരോ ദിവസവും പ്രഭാതത്തിൽ 7 ചൊള കാരക്ക ഒരാൾ പ്രഭാതത്തിൽ കഴിച്ചു. അത് ഏത് കാരക്ക? അജ്വ എന്ന കാരക്ക. ലം യമുറഹു ഫീ ദാലികൽ യൗമി സുമ്മുൻ വലാ സിഹർ, വിഷം അദ്ദേഹത്തെ തീണ്ടൂല, സിഹർ അദ്ദേഹത്തെ ബാധിക്കൂല ആ ദിവസം എന്നത്തേക്കുല്ലട്ടോ. ഇത് ആ അജ്വ എന്ന വസ്തുവിന് അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് ഖദരിയാണ്. അങ്ങനെ ഖദർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തജ്രിബത്തിലൂടെ ആളുകൾ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ വഹയിലൂടെ അറിയിച്ചു. അപ്പൊ ഈ വസ്തു ഖദരിയാണ്, അതേസമയത്ത് ശർഈയാണ് ചികിത്സ. രണ്ടാമത്തത്, ഇനി ഇതുപോലെ ചില വസ്തുക്കൾ സിഹർ ബാധിച്ച സിംറ്റം നമ്മൾ മരുന്നുകൾ ഉപയോഗിച്ചപ്പോ അതുകൊണ്ട് ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഗൈബിയായ നിനക്ക് ഒരു ബന്ധമല്ല. ഏതുപോലെ നമ്മളിപ്പോ പെനഡോൾ കഴിച്ചാൽ, ഇവിടെ പെനഡോൾ എന്താ പറയുന്നത്, പാരസെറ്റാമോൾ, ആ പാരസെറ്റാമോൾ നമ്മൾ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിലെ ഉഷ്ണം കുറക്കും എന്ന് നമുക്കറിയാം. അത് തജ്രിബത്തോട് കിട്ടിയതാണ്. എക്സ്പെരിമെന്റിലൂടെ, പരീക്ഷണങ്ങളിലൂടെ ആവർത്തിച്ച് ചെയ്തു, പലരിലും ചെയ്തു നോക്കി, ഒരേ ഫലം കിട്ടുന്നു, പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു. ഇതാണ് തജ്രിബ, പരീക്ഷണാടിസ്ഥാനത്തിൽ.
ഇങ്ങനെയുള്ള അതിന് ആലമുൽ ഗൈബുമായിട്ടൊരു ബന്ധമല്ല. അതാ സബബ് എന്നുള്ളവർക്ക്. ആലമുൽ ഗൈബ് പറഞ്ഞാൽ രോഗം മാറ്റുന്നത് അള്ളാഹ് തന്നെയാണ്. പക്ഷെ അതിനുള്ള സബബ് എന്നുള്ള നിലക്ക് വേറൊരു നിലക്ക് നമ്മൾ അതിനെ ബന്ധിപ്പിക്കുന്നില്ല. ഈ തജ്രിബത്തിലൂടെ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ ഏത് ഉപയോഗിക്കാം. അത് ഒരു മൂമിനല്ലാത്ത ആളുടെ തജ്രിബത്തിലൂടെ കിട്ടിയ മരുന്നാണെങ്കിൽ ഉപയോഗിക്കാം. അന്യം ഉപയോഗിക്കുന്ന മരുന്നൊക്കെ ആരാ പരീക്ഷണത്തിലൂടെ തെളിയിച്ചത്? മുസ്ലിമീങ്ങളാ ആണോ? ഇല്ലല്ലോ, കരുതില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഖദരിയല്ലാത്ത കൗരിയല്ലാത്ത ഒരു ചികിത്സ ഉണ്ട്. അതാണ് ശർഈയായ ചികിത്സ. അത് പ്രാർത്ഥനകളാണ്. റുഖ്യ, പ്രാർത്ഥന. അതിന്റെ ബഹുവചനം റുഖാ. റഖാ യർഖി എന്നാണ് ക്രിയ. റഖാ മന്ത്രിച്ചു, യർഖി മന്ത്രിക്കും, മന്ത്രിക്കുന്നു. റുഖിയത്തുൻ ദുആ ചെയ്യൽ, മന്ത്രിക്കൽ, ദുആ ചെയ്യൽ. റുഖാ മന്ത്രങ്ങൾ. ഇങ്ങനെ ഒരു ചികിത്സയാണ് രണ്ടാമത്തെ ചികിത്സ ഉള്ളത്. തജ്രിബത്ത് എന്ന അടിസ്ഥാനത്തിൽ അത് ശർഈയിലൂടെ തന്നെ സ്ഥിരപ്പെടുത്തിയതാണ് എന്റെ അജുവ. അത് അജുവയിൽ മാത്രം നിലനിൽക്കൂല. തജ്രിബത്ത് കൊണ്ട് ഒരാൾക്ക് വേറെ തെളിഞ്ഞത് മരുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ മറ്റേത് രോഗത്തിനും നമ്മൾ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഏത് മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ, ഹറാമല്ലാത്ത ഏത് വസ്തു ഉപയോഗിക്കുന്നത് പോലെ ഇതിന് ഉപയോഗിക്കാം. അതൊരു കാര്യം വേറെ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തതും പ്രധാനപ്പെട്ട, രണ്ടാമത്തേത് പറഞ്ഞാൽ എണ്ണത്തിൽ രണ്ടാമത്തത്, പ്രാധാന്യത്തിൽ ഒന്നാമത്തെ ഇനം ചികിത്സ എന്ന് പറഞ്ഞാൽ റുഖാ ശർഈയ, ശർഈയായിട്ടുള്ള റുഖകളാണ്. എന്തുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കാം, എന്തുകൊണ്ടൊക്കെ മന്ത്രിക്കാം. ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്ത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. ഖാല കുന്നാ നിർഖി ഫിൽ ജാഹിലിയ്യ. നിർഖാ എന്ന് വായിക്കരുത് കേട്ടോ. നിർഖാ എന്ന് പറഞ്ഞാൽ എവിടെ കയറി പോകുന്ന നിർത്തി, റഖാ നിർത്തി, കുന്നാ നിർത്തി. ഞങ്ങൾ മന്ത്രിക്കാറുണ്ട് ജാഹിലിയ്യത്തിൽ രോഗത്തിന്. ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഈ മന്ത്രം രണ്ടിനും പറ്റും. അത് വിഷം കൊണ്ടുണ്ടാകുന്ന ഏതു തരം ശാരീരിക രോഗങ്ങൾക്കും പൈശാചിക സ്ഥിതികൾ കൊണ്ടുണ്ടാകുന്ന ഏതു തരം മറ്റു രോഗങ്ങൾക്കും രണ്ടിനും റുഖ്യ പറ്റും. അത് ഞാൻ നേരത്തെ നിങ്ങളോട് വായിച്ചു. ഇബ്നു ഹജറിന്റെ വാചകം പറഞ്ഞു മനുഷ്യന് രോഗം ഉണ്ടാകുന്നത് രണ്ടവസ്ഥയിലാണ് എന്ന്. അങ്ങനെ ഞങ്ങൾ ഇസ്ലാം വന്നതിന് ശേഷം, മുസ്ലിങ്ങളായതിനു ശേഷം റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, കൈഫ തറാ ഫീ ദാലിക്, ഞങ്ങൾ നടത്തുന്ന ഈ റുഖ്യയെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു, എന്താണ് റസൂലേ ഞങ്ങൾ ചെയ്യേണ്ടത്? ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, യരിമു അലയ്യ റുഖാക്കും, നിങ്ങളുടെ മന്ത്രം എന്നെ നിങ്ങൾ കാണിച്ചു തരിക. എന്നിട്ട് അവിടുന്ന് അതിന്റെ പൊതു തത്വം നിയമം പറഞ്ഞു. ഒരു മന്ത്രം, ഏതൊരു മന്ത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതും കുറ്റമുള്ള കാര്യമല്ല, തെറ്റല്ല. മാലം യകുൻ ഫീഹി ശിർക്കുൻ, അതിന് ശിർക്കില്ലെങ്കിൽ, ശിർക്കോ ശിർക്കിലേക്ക് എത്തിക്കുന്നതോ ആയ ഒരു കാര്യമില്ലെങ്കിൽ മന്ത്രം അതിൽ തെറ്റല്ല. കുറച്ച് വ്യാപകമാണ് മന്ത്രിക്കുവാനുള്ള കാര്യങ്ങളിട്ടും. ഇത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ പലരും റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. ഷിർക്കോ ഷിർക്കിലേക്ക് എത്തിക്കുന്നതോ ആയ ഒരു പരാമർശമില്ലാത്ത മന്ത്രാണെങ്കിൽ പറ്റും. ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദമായ ചർച്ചയ്ക്ക് ശേഷം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി, വഖദ് അജ്മഅൽ ഉലമാ, ഉലമാക്കൾക്കിടയിൽ ഇജ്മാഉണ്ട് അലാ ജവാസി റുഖ, മന്ത്രിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇൻദ ഇജ്തിമാഇ സലാസത്തി ശുറൂത്ത്, 3 നിബന്ധനകൾ ഉണ്ടെങ്കിൽ, 3 നിബന്ധന പാലിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും എഴുതി വെച്ചോളിട്ടോ. 3 നിബന്ധനകൾ പൂർത്തീകരിച്ച ഒരു മന്ത്രം തെറ്റല്ല എന്ന കാര്യം എല്ലാ ഉലമാക്കളും അംഗീകരിച്ചതാണ്. പക്ഷെ മന്ത്രം അംഗീകരിക്കാത്ത കുറച്ച് ഉലമാക്കൾ വരുന്നുണ്ട്. അവരെ ഉലമാക്കൾ വളരെ പ്രയാസമായിരിക്കും. ഏതൊക്കെയാണത്? അൻ യകൂന ബി കലാമില്ലാഹി തആല ഔ ബി അസ്മാഇഹി വസിഫാതിഹി, ഒന്നുകിൽ ആ മന്ത്രം അല്ലാഹുവിന്റെ വചനങ്ങൾ, അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ, അല്ലാഹുവിന്റെ ഉന്നതമായ ഗുണവിശേഷങ്ങൾ, ഇവ കൊണ്ടാണെങ്കിൽ പറ്റും. ഇതാണ് ഒരു ഷർത്ത്. രണ്ടാമത്തേത് വബിൽ ലിസാനിൽ അറബി, മന്ത്രിക്കുന്നത് അറബി ഭാഷയിലൂടെ ആകണം, വേറെ ഭാഷ ആകരുത്. അല്ല, അറബി ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷ കൊണ്ട് മന്ത്രിക്കുകയാണെങ്കിലോ ഔ ബിമാ യുഅറഫു മഅനാഹു മിൻ ഗൈരിഹി, അനറബിയായ ഭാഷയിൽ നിന്ന് മന്ത്രിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട് അറിയുന്നതായിരിക്കണം. അർത്ഥം ക്ലിയറായി മനസ്സിലാകാത്ത ശബ്ദങ്ങൾ അത് പറ്റൂല.
അനറബി ഭാഷയാണെങ്കിൽ അതിന്റെ അർത്ഥം ആശയം ക്ലിയർ ആകണം. ക്ലിയർ ആകുമ്പോ ശിർക്കില്ല എന്നും ശിർക്കിലേക്ക് നയിക്കുന്നതല്ല എന്നും വ്യക്തമായിരിക്കണം. ഒന്നുകിൽ നമ്മൾ മന്ത്രിക്കുന്നത് ബി കലിമാത്തില്ല ഔ ബി അസ്മാഇഹി ഔ ബി സിഫാത്തിഹി, അള്ളാന്റെ നാമങ്ങൾ കൊണ്ട്, അള്ളാന്റെ വചനങ്ങൾ കൊണ്ട്, അള്ളാന്റെ സിഫാത്തുകൾ കൊണ്ട് മന്ത്രിക്കാം. അല്ലെങ്കിൽ അറബി ഭാഷയിലുള്ള മന്ത്രങ്ങളാവാം. അവിടെ ശ്രദ്ധിക്കേണ്ടത് അറബി ഭാഷ എനിക്ക് കാര്യം ക്ലിയറാവും. ശിർക്കുണ്ടോ, ശിർക്കിലേക്ക് എത്തിക്കുന്നുവോ, രണ്ടുമില്ല, പാടുണ്ട്. അറബി അല്ലാത്ത ഭാഷയിലാണ് നിങ്ങൾ മന്ത്രിക്കുന്നതെങ്കിലോ മായുറഫുമാനാഹു, അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, വാക്യങ്ങൾ, അവയുടെ അർത്ഥം വ്യക്തമായി മനസ്സിലാകുന്നതാകണം. അർത്ഥം മനസ്സിലാകുമ്പോൾ അത് ശിർക്കിലേക്ക് എത്തുമോ, ശിർക്കാണോ തിരിയുള്ളൂ. ശിർക്കിലേക്ക് എത്തുന്നതോ ശിർക്ക ആയിട്ടുള്ളതോ ആണെങ്കിൽ പാടില്ല. ഇപ്പൊ 3 ഷർത്തുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വാഴ്ചത്തില്ല. രണ്ടാമത്തേത് അന്ന റുഖ്യതനാ തുഅസ്സിറു ബിദാതിഹ, ഈ മന്ത്രം അതല്ല യഥാർത്ഥത്തിൽ ഈ മാറ്റമുണ്ടാക്കുന്നത്. അത് 3ാമത്തെ ഷർത്ത്. ബൽ ബിദാത്തില്ലാഹി തആല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്ത് കൊണ്ടാണ്, അല്ലാഹുവത് ഈ മാറ്റങ്ങൾ, സ്വാധീനങ്ങൾ വരുത്തുന്നത്. വഖ്തലഫു ഫീ കൗനിഹാ ശർത്തൻ, അതിനെക്കുറിച്ച് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. والراجح أنه لا بد من اعتبار الشروط المذكورة, ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പരിഗണിക്കണം എന്നതാണ് സത്യം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഔഫ് ബിൻ മാലിക്കിൽ നിന്ന് നേരത്തെ ഞാൻ വായിച്ച ഉദ്ധരണി പറഞ്ഞു, കുന്നാ നർഖി ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ്യത്തിൽ മന്ത്രിക്കുന്നവരായിരുന്നു. അങ്ങനെ ഇസ്ലാമിൽ വന്നപ്പോൾ ഞങ്ങൾ നബിയോട് ചോദിച്ചു, കൈഫ തറാ ഫീ ദാലിക്, ആ മന്ത്രത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ അവിടുന്ന് പറഞ്ഞത്, എഴുതിയത് അലയ്യ റുഖാക്കും, നിങ്ങളുടെ മന്ത്രം എനിക്ക് നിങ്ങൾ കാണിച്ചു തരിക. ലാ ബഅ്ത റുഖാ മാ ലം യകുൻ ഫീഹി ശിർകുൻ, ശിർക്കില്ലാത്ത ഒരു മന്ത്രത്തിന്റെ കുഴപ്പമില്ല. വലഹു മിൻ ഹദീസ് ജാബിർ, അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി റുഖ, മന്ത്രിക്കരുത് എന്ന് നബി വിലക്കിയപ്പോൾ ആലു അംർ ഇബ്നു ഹസ്ം അവർ വന്നു, യാ റസൂലല്ലാഹ് ഇന്നഹു കാനത ഇൻദനാ റുഖിയ നർഖി ബിഹാ മിനൽ അഖ്റബ്, തേല കടിച്ചാൽ ഞങ്ങൾ അതിന് ശമനത്തിന് വേണ്ടിയിട്ട് ഒരു മന്ത്രം നടത്താറുണ്ടായിരുന്നുവല്ലോ. ഫഖാല അറഫഅറു അലൈ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ആ മന്ത്രം നബിക്ക് അവർ കാണിച്ചു കൊടുത്തു. ഫഖാല മാ അറാ ബൈസ, ഇതിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ വിലക്കിയിട്ടുള്ളത് ഏതാണ്? ശിർക്കുള്ളതോ ശിർക്കിലേക്ക് എത്തിക്കുന്നതോ ആണ്. അല്ലെങ്കിൽ അറബി ഭാഷയിലാണെങ്കിൽ ആയിരിക്കണം. അപ്പൊ പിന്നെ അതിന്റെ കാര്യം ശിർക്കുണ്ടോ അല്ലേ എന്ന് മനസ്സിലാകും. അനറബി ഭാഷയാണെങ്കിലോ ആശയം വ്യക്തമാകുന്നതാകണം. അപ്പോഴും അത് ശിർക്കുണ്ടോ അല്ലേന്നാവും. പിന്നെ നമ്മളെ ഇത് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അവയല്ല സ്വന്തം നിലക്ക് തേസീർ നടത്തുന്നത്. ഇതൊരു സബബ് മാത്രമാണ്, മറ്റു മരുന്നുകൾ സബബാകുന്നത് പോലെ തേസീർ നടത്തുന്നത് അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കാൻ വേണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനസ്സത്തായം ഫഅഹു ഫല്യംഫഉ, തന്റെ സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തോളൂ, അതാണ് വേണ്ടത്. വഖദ് തമസ്സക ഖൗമുൻ ബിഹാദിൽ ഉമൂം, ഈ തന്റെ സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ അതുകൊണ്ട് ഉപകാരം കിട്ടുന്ന ഏത് മന്ത്രമാകാമെന്ന് പറഞ്ഞിട്ട് ഫഅജാദു കുല്ല റുഖിയത്തിൻ ജുർരിബത് മൻഫഅതുഹാ, ഉപകാരമുണ്ട് എന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിഞ്ഞ എല്ലാ മന്ത്രവും ചിലർ മുറുകെ പിടിക്കാൻ തുടങ്ങി. വലൗലം യുഅത്തൽ മഅനാഹ, അതിന്റെ അർത്ഥം മനസ്സിലാവില്ലെങ്കിലും. ലാകിൻ ദല്ല ഹദീസ് ഔഫ്, പക്ഷെ ഔഫ് ബിൻ മാലിക് അൽ-അസ്സഈയുടെ ഹദീസ് മനസ്സിലാക്കുന്നത് അന്നഹു മഹ്മാ കാന മിന റുഖാ യുഅത്തി ഇല ശിർക്ക് യുംന, എപ്പോഴെല്ലാം ഒരു മന്ത്രം ശിർക്കിലേക്ക് എത്തിക്കുന്നുവോ അപ്പോൾ അത് തടുക്കണമെന്നാണ്. വമാ ലാ യുഖലു മഅനാഹു, ഏതൊരു മന്ത്രത്തിൽ പറയുന്ന വാക്കുകളുടെ അർത്ഥം നമുക്കറിയില്ലയോ, ലാ യുമനു യുഅത്തി ഇല ശിർക്ക്, അത് ശിർക്കിലേക്ക് എത്തിക്കുകയില്ല എന്ന് നമുക്ക് നിർഭയമായിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫയം തരിഉ ഇഹ്തിയാതൻ, സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതും പാടില്ല എന്ന് വെക്കണം. വശർത്തുൽ ആഖിർ ലാ ബുദ്ദ മിൻ, ഈ അവസാനത്തെ ഷർത്ത് നിർബന്ധമാണ്. വഖാല ഖൗമുൻ ലാ തജൂസു റുഖിയതു ഇല്ലാ മിനൽ ഐനി വല്ലദ്ഗ, കണ്ണേറിനും അതുപോലെ തന്നെ ജീവികളുടെ കടിക്കും മാത്രമേ ഈ മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ചിലർ പറയും. എന്നാൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറഞ്ഞു, ലാ റുഖിയ ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമത്തിൻ, കണ്ണേറിനോ അല്ലെങ്കിൽ ജീവികൾ കടിച്ചിട്ടുള്ളതിനോ മാത്രമേ റുഖ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വഉജീബ്, അതിന്റെ മറുപടി ഇങ്ങനെയാണ് പറയപ്പെട്ടിട്ടുള്ളത്, ബിഅന്ന മഅനൽ ഹസ്ർ, കണ്ണേറിനും ജീവികളുടെ കടിക്കും മാത്രമേ റുഖിയുള്ളൂ എന്ന ആ ക്ലിഷ്ടപ്പെടുത്തൽ, അന്നഹുമാ അസ്ല കുല്ലമാ യഹ്താജു ഇല റുഖിയ, റുഖിയ ആവശ്യമുള്ളതിന്റെ എല്ലാറ്റിന്റെയും അസ്ല അതിലുണ്ട്. ഫയൽതഹഖു ബിൽ ഐൻ, കണ്ണിനോട് ചേരും,
പിന്നെ ഭ്രാന്ത്, അതുപോലെ തന്നെ ബുദ്ധിഭ്രംശം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതെല്ലാം തന്നെ ശൈത്താനിയായ പൈശാചികമായ അവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അതുപോലെ തന്നെ സുമ്മ്, എല്ലാവിധത്തിലുള്ള സുമ്മും ലതകത്തിലേക്ക് ചേരും. അപ്പോൾ വിഷം കൊണ്ടുണ്ടാകുന്നതും എന്നാൽ ശൈത്താന്റെ അവസ്ഥ കൊണ്ടുണ്ടാകുന്നതുമായ എല്ലാ രോഗങ്ങൾക്കും മന്ത്രിക്കാം എന്നാണ് അതുകൊണ്ട് അർത്ഥം വരിക എന്നാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞത്. അപ്പൊ മന്ത്രം ഉണ്ട്, അതാണ് ചികിത്സ. ആ മന്ത്രം നമ്മൾ മന്ത്രിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ അള്ളാന്റെ കലിമാത്തുണ്ട്, അള്ളാന്റെ അസ്മാഉണ്ട്, അള്ളാന്റെ സിഫാത്ത്, അതാണ് ഏറ്റവും. എന്നാൽ അതേ ആകാവൂ എന്ന് പറയരുത്. അറബി ഭാഷയിൽ വ്യക്തമായി ആശയം മനസ്സിലാകുന്ന ശിർക്കില്ലാത്ത, ശിർക്കിലേക്ക് എത്തിക്കാത്ത മറ്റു മന്ത്രങ്ങളുണ്ടെങ്കിൽ അതും ആകാം. അറബി അല്ലാത്ത ഭാഷയിലാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. ശിർക്കിലേക്ക് എത്തിക്കുന്നതോ ആയ ഒന്നും അതിലില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആ മന്ത്രിക്കുന്ന ഒരാൾ കരുതേണ്ട കാര്യം അയാളുടെ വിശ്വാസം. എന്റെ മന്ത്രം കൊണ്ട് അത് മാറിയെന്ന് പറയാൻ പറ്റില്ല. ഇന്നമാ ഹിയ മുജറദു സബബ്, അത് വെറും ഒരു കാരണം മാത്രമാണ്. ലാ തഅ്സീറ ലിദവാതിഹ, ആ പ്രാർത്ഥനയ്ക്ക് സ്വന്തമായിട്ട് യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ല. മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ് എന്ന് കരുതിയാൽ മതി. ഇനി മന്ത്രിക്കാണെങ്കിൽ അതിൽ മന്ത്രിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ലത്. മറ്റു മന്ത്രങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ ഏതുകൊണ്ടാണ് മന്ത്രിക്കേണ്ടത്? ഖുർആന, അള്ളാന്റെ കലാമാണ്. അതിൽ അള്ളാന്റെ സിഫാത്തുണ്ട്, അതിൽ അള്ളാന്റെ അസ്മാഉണ്ട്, അത് അള്ളാന്റെ കലിമാത്താണ്. ഖുർആൻ ഇങ്ങനെ ചികിത്സിക്കാൻ പറ്റിയൊരു വസ്തുവാണ്. ഖുർആൻ ചികിത്സിക്കാൻ പറ്റിയൊരു വസ്തുവാണ്. ഖുർആന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ റൂഹിയായ ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് സന്മാർഗം, നമുക്ക് വെളിച്ചം, അതൊക്കെ ഉണ്ട്. ദുന്യാവിൽ അതുപോലെ തന്നെ നമുക്ക് ശമനമാണ്. അത് ആത്മീയമായ ഈ ശമനം മാത്രമല്ല, ശാരീരികമായ ശമനം കൂടിയാണ് ഖുർആൻ. കണ്ടോളൂ, അത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞു, വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയ്യൻ, ഇതിനെ നാം അനറബി ഭാഷയിലാണ് ഇറക്കിയത് എങ്കിൽ, അനറബി ഭാഷയിൽ ഒരു ഖുർആൻ ഇറക്കിയിരുന്നുവെങ്കിൽ ലഖാലു, അവർ പറയും ലൗലാ ഫുസ്സിലത്ത് ആയാതുഹു അഅ്ജമിയ്യുൻ വഅറബി, എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ വിശദമായി സ്പഷ്ടമായി പ്രതിപാദിക്കാതിരുന്നത്? അനറബി ഭാഷയിലാവുമ്പോൾ വ്യക്തമാവില്ലല്ലോ. ഖുർആൻ ഗ്രന്ഥമിറങ്ങിയത് അനറബി ഭാഷയിലും ഗ്രന്ഥവുമായി വന്ന നബി അറബിയും, അറബി, ഈ രണ്ടും കൂടി എങ്ങനെ പൊരുത്തപ്പെടുക എന്നവർ ചോദിക്കും. ഖുൽ ഹുവ ലില്ലദീന ആമനു, എന്നാൽ ഖുർആൻ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഹുദാ, ഒന്ന് ഹുദയാണ്. അതാണ് അതിന്റെ ആദ്യത്തെ പ്രാഥമികമായി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അത് സന്മാർഗം. ആ സന്മാർഗം മാത്രമല്ല വശിഫാ, ഷിഫ എന്ന് പറഞ്ഞ രണ്ട് തരം ഷിഫ ഉണ്ട്. ഒന്ന് നമ്മുടെ മാനസികവും ആത്മീയവുമായ കാര്യങ്ങൾക്കുള്ള ശമനം, രണ്ട് നമ്മുടെ ബാഹ്യവും ശാരീരികവുമായ കാര്യങ്ങൾക്കുള്ള ഔഷധമാണ്. വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖർ, അവിശ്വാസികളുടെ ചെവിയിൽ ഒരു മൂടിയിട്ടിരിക്കുകയാണ്, അടപ്പിട്ട് പൂട്ടിയിരിക്കുകയാണ്. വഹുവ അലൈഹിം അമൻ ഉലൈക യുനാദൗന മിൻ മകാനിൻ ബഈദ്. അപ്പൊ ഈ ആയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഖുർആൻ ഹുദയായതുപോലെ ഷിഫയാണ്. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ ചോദിക്കും, മനുഷ്യന്റെ ശരീരത്തിന് ബാഹ്യമായ ഭൗതികമായ അർത്ഥത്തിൽ ഇത് ശമനം നൽകും ആരാ പറഞ്ഞത്? അഹ്ലുൽ സുന്നത്തിന്റെ ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തഫ്സീർ വായിച്ച് കേൾപ്പിച്ചു തരാം. അഹ്ലുൽ സുന്നത്തിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞ തഫ്സീർ എല്ലാത്തിലുള്ള കാര്യം ചുരുക്കി രത്നച്ചുരുക്കമാക്കി അല്ലാമത്ത് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വശിഫാഉൽ ലഹും, ഖുർആൻ അവർക്ക് ശമനമാണ്. മിനൽ അസ്താമിൽ ബദനിയ്യത്തി വൽ അസ്താമിൽ ഖൽബിയ്യ, ശാരീരികമായ രോഗങ്ങൾക്കും മാനസികമായ രോഗങ്ങൾക്കും രണ്ടിനും അത് ശമനമാണ്. ഖുർആൻ അല്ലാഹു ഇറക്കിയത് ഒന്ന് ഹുദയായിട്ടാണ്, രണ്ട് ശിഫയായിട്ടാണ്. ശിഫ തന്നെ മാനസികമായ കാര്യങ്ങൾക്ക് ശമനമാകുന്നത് പോലെ ശാരീരികമായ രോഗങ്ങൾക്കും അത് ശമനമാകുന്നു. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു ആർക്കാണ് ഇതിന്റെ ശമനം കിട്ടുക? അവിടെ ഒരു പ്രശ്നം. ഒരു സംഗതി ഉണ്ടായാൽ മാത്രം പോരാ, അത് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഇവിടെ ഒരു പക്ഷേ വയർലെസ് ഉണ്ടാവും. വയർലെസ് ഉണ്ട് വിചാരിച്ചിട്ട് നമുക്ക് ഇതുകൊണ്ട് ആ വയർലെസ് മെസ്സേജ് പിടിക്കാൻ കഴിയില്ല. വയർലെസ് മെസ്സേജ് റിസീവ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം, അല്ലേ? എന്നതുപോലെ ആർക്കാണ് അത് കിട്ടുക? അതിനാ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ ലിൽമുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ. ഖുർആനിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് നാം ഒന്ന് ശിഫ ഇറക്കി കൊടുക്കും. ശരീരത്തിനും മനസ്സിനുമുള്ള രോഗം, അതിനുള്ള ശമനമാണത്. ശരീരത്തിനും മനസ്സിനും. രണ്ട് വറഹ്മ, ഇത് അള്ളാന്റെ കാരുണ്യമാണ്, ഹിദായത്താണ്.
ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക്. എന്നാൽ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, അക്രമകാരികൾക്ക് ഈ ഖുർആൻ പരാജയവും അല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കില്ല. ഇതിന്റെ തഫ്സീർ നിങ്ങൾ തമസ്സകൂ ബിഹാ വഅള്ളു അലൈഹാ ബിന്നവാജിബ്, അതിന്റെ തഫ്സീർ വായിക്കൂ. ഫൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ മുസ്തമിലുൻ അല ശിഫാഇ വറഹ്മ, അതിൽ ഔഷധമൂല്യമുണ്ട്, ശിഫണ്ട്, ശമനമുണ്ട്. വറഹ്മ, അള്ളാന്റെ റഹ്മത്തുണ്ട്. വലൈസ ദാലിക ലികുല്ലി അഹദിൻ, എല്ലാ ഓരോരുത്തരും, അത് ബസ്റ്റാൻഡിൽ മുസാഫിച്ച് വിൽക്കണോനും ഞാൻ ഖുർആന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കണോനും എല്ലാവരും കിട്ടുന്നതല്ല കേട്ടോ അത്. വഇന്നമാ ദാലിക ലിൽ മുഅ്മിനീന ബിഹി അൽ മുസദ്ദിഖീന ബിആയാതിഹി അൽ ആമിലീന ബിഹാ, ഈ മൂന്ന് കാര്യങ്ങൾ വേണം. അതാർക്കാണ്? ഖുർആനിൽ വിശ്വാസമുള്ള ആള്, ഖുർആനെ സത്യപ്പെടുത്തുന്ന, ഖുർആന്റെ വചനങ്ങൾ സത്യപ്പെടുത്തുന്ന ആള്, ഖുർആനിന്റെ നിയമങ്ങൾ വിധിവിലക്കുകൾ അനുസരിച്ച് അമൽ ചെയ്യുന്ന ആള്. ഇവർക്ക് ആർക്കാ ഖുർആനിൽ നിന്ന് ഹിദായത്ത് കിട്ടുക? ഖുർആൻ വിശ്വസിക്കുന്ന ഒരാൾക്ക്. ആർക്കാ ഖുർആൻ കൊണ്ട് മനസ്സിന്റെയും ശരീരത്തിന്റെയും രോഗത്തിന് ശമനം കിട്ടുക? ഖുർആൻ വിശ്വസിക്കുകയും ഖുർആന്റെ വചനങ്ങൾ സത്യപ്പെടുത്തുകയും ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾ കൊണ്ട് അമൽ ചെയ്യുകയും ചെയ്തിട്ട ആൾക്ക് മാത്രമാണ്. നോക്കൂ, വാലിമീങ്ങൾക്ക് പരാജയം മാത്രമേ വർദ്ധിക്കുള്ളൂ. ആരാ വാലിമീങ്ങൾ? ഖുർആനിനെ സത്യപ്പെടുത്താതെ ദുൽമ ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാതെ, ഖുർആനിൽ വിശ്വാസമല്ല, ഖുർആൻ അനുസരിച്ച് അമലും ചെയ്യൂല. ഒരു രോഗമായപ്പോൾ കയറി വന്നിട്ടുണ്ടാവും, എനിക്കൊന്ന് മന്ത്രിച്ചു തരി, നടക്കോ? ഒരു ഫലം ഉണ്ടാവില്ല. ഉള്ള കാലത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കൂല, അള്ളാഹുവിന്റെ ഒരു കൽപ്പനയോ അനുസരിക്കൂല, ഒരു വിലക്കിൽ നിന്നോ മാറി നിൽക്കൂല, വേണ്ടാത്തരത്തിന് മുഴുവൻ കാണും. ഖുർആന്റെ ഒരു വിശ്വാസമില്ല, ആയത്തുകൾ സത്യപ്പെടുത്തൂല, അതിന്റെ നിയമനിർദ്ദേശം അനുസരിച്ച് അമൽ ചെയ്യൂല. ഓനൊക്കെ ഭ്രാന്തളകിയപ്പോ ബാക്കിയുള്ളവർ പിടിച്ചുകൊണ്ടിട്ട് മന്ത്രിക്കുന്ന ഒരു മന്ത്രം കൊണ്ടാണ് മാറും വിചാരിക്കട്ടെ. നിങ്ങൾ മന്ത്രിക്കുന്ന ഒരാള് അത്ര നല്ല ഒരാളാണെങ്കിൽ അയാൾക്കുള്ള ഒരു തെക്കിരിമത്തിന് അപ്പം തന്നെ ഒഴിവാക്കി കൊടുത്താൽ വീണ്ടും അറിവായി തിരിച്ചു. അത് മനസ്സിലായോ? ഇതിന് അള്ളാഹ് കബൂലാക്കുന്നത് രണ്ടാളെ നോക്കിയിട്ടാണ്. ഒന്ന്, ഇതുകൊണ്ട് ഫലം കിട്ടുന്ന ആള് ഓനതിന് യോഗ്യനാണോ? ഓൻ കള്ളനായി നടക്കണവനാണെങ്കിൽ അള്ളാഹിന്റെ ശിഫോന് കിട്ടൂല. രണ്ടാമത്, ആരാണ് പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഒരാള് വളരെ സ്വാലിഹായ ഒരാളാണെങ്കിൽ ചിലപ്പോ കിട്ടിയത് വരും. പക്ഷെ ആ കിട്ടിയത് തന്നെ നിലനിർത്തേണ്ടത് മറ്റോന്റെ യോഗ്യത കൊണ്ടാണ്. മറ്റോനതിന് യോഗ്യനല്ലെങ്കിൽ ഇയാൾ പ്രാർത്ഥിച്ചിട്ട് മാറിക്കിട്ടിയത് നിലനിൽക്കൂല, വീണ്ടും തിരിച്ചു വരും. എന്നാൽ ഖുർആൻ സത്യപ്പെടുത്താതെ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാതെ ദുൽമ കാണിച്ച ആളുകൾ ഫലാ തസീദുഹും ആയാതുഹു, അത്തരക്കാർക്ക് ഖുർആനിന്റെ വചനം വർദ്ധിപ്പിക്കില്ല, ഇല്ലാ ഖസാറ, പരാജയമല്ലാതെ. ഇത് ബിഹി തഖൂമു അലൈഹിമുൽ ഹുജ്ജ, ഈ ഖുർആൻ അവർക്ക് എതിരിലുള്ള തെളിവായിട്ടാണ് അന്ത്യനാളിൽ വരിക. ഫശ്ശിഫാഉല്ലദീ തളമ്മനഹുൽ ഖുർആൻ, അതിനാൽ ഖുർആനിലുള്ള ശിഫ, ശമനം, ആമുൻ, അത് വ്യാപകമാണ്. ലിശിഫാഇൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശമനമാണ്. അതുപോലെ കുറച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വലി ശിഫാഇൽ അബ്ദാൻ, ശരീരത്തിനും ശമനമാണ്. മിൻ ആരാമിഹാ വഅസ്ഖാമിഹാ, ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ശമനം നൽകുന്നതാണ് ഖുർആൻ. ഇതാണ് സത്യം. അപ്പൊ ഖുർആൻ എന്തിനാണ് ഇറക്കിയത്? ഖുർആൻ ഇറക്കിയത് അതിൽ വിശ്വസിക്കുന്ന, അതിന്റെ വചനങ്ങൾ സത്യപ്പെടുത്തുന്ന, അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇറക്കിയതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഒന്ന് ഹുദയാണ്, രണ്ട് ശമനമാണ്. ശമനം കൽബിയായ രോഗങ്ങൾക്കും ശരീരത്തിന്റെ വേദനകൾക്കും രോഗങ്ങൾക്കും അതിനും ഒരുപോലെ അത് ശമനമാണ്. അങ്ങനെ ഖുർആൻ കൊണ്ട് നിങ്ങളൊരു ചികിത്സ നടത്തിയാൽ മറ്റ് ചികിത്സക്ക് കൂലി വാങ്ങുന്നത് പോലെ കൂലി പോലും വാങ്ങും. ഞാൻ അതിലേക്ക് വരുന്നത് ചികിത്സക്ക്. അതുകൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ, ആൾ മന്ത്രിച്ചാൽ, ആരിൽ നിന്ന് അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുന്നത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഖുർആൻ മൊത്തം ശിഫയാണെങ്കിലും അതിന് ചില പ്രത്യേക അധ്യായങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക ആയത്തുകൾ പ്രത്യേകം ശിഫക്ക് വേണ്ടിയിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. ശിഫക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി പറയപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ. ഇത് ഹസറിന്റെ രൂപത്തിലല്ല ഞാൻ പറയുന്നത്, ചില ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് എന്നുള്ളവർക്കാണ് പറയുന്നത്. മുഴുവനും ക്ലിഷ്ടപ്പെടുത്തി ഏതൊക്കെ സൂറത്ത് ഏതൊക്കെ ആയത്തി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല.
വളരെ പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഖുർആൻ മൊത്തത്തിൽ ശിഫയാണ്. അതിൽ തന്നെ ശിഫയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, മന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില സൂറത്തുകളും ആയത്തുകളും പറയാം. സൂറത്തുൽ ഫാത്തിഹ അതിൽ പെടും. അതിനുള്ള തെളിവ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇൻതലഖ നഫറുൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറത്തിൻ സാഫറുഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ഒരു യാത്ര പോയി. ഹത്താ നസലു അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്. അറബി ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ ഫസ്തവാഫൂഹും, ഞങ്ങളെ അതിഥികളായി സ്വീകരിക്കുക എന്നവർ ആവശ്യപ്പെട്ടു. ഫഅബൂ അൻ യുളയ്യിഫൂഹും, അവർ അതിഥികളായി സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു. ഫനുദിഗ സയ്യിദു ദാലികൽ ഹയ്യ് ഫസഅഉ ലഹു ബികുല്ലി ഷൈഇ ലാ യൻഫഉഹു ഷൈഇ. ആ ഗോത്രത്തലവന് ഏതോ ഒരു ജീവി അതിന്റെ ദംഷ്ട്രം അതിന്റെ ഇതുകൊണ്ട് കുത്തി കടിയേറ്റിട്ടുണ്ടായിരുന്നു. എല്ലാവിധ വഴികളും അവർ നോക്കിയിട്ട് യാതൊരു ഉപകാരവും ഒരു മാറ്റവും വരുന്നില്ല. ഫഖാല ബഅദുഹും, അങ്ങനെ ആ ഗോത്രത്തിൽപ്പെട്ട ചിലര് പറഞ്ഞു, ലൗ അത്തൈത്തും ഹൗലാഇ റഹബ് അല്ലദീന നസലു, ഇവിടെ വന്നിറങ്ങിയിട്ടുള്ള അവരുടെ അടുക്കൽ ഒന്ന് പോയി നോക്കി നിങ്ങൾ. ലഅല്ലഹു അൻ യകൂന ഇൻദ ബഅദിഹിം ഷൈഉൻ, അവരുടെ അടുക്കൽ ആരുടെയെങ്കിലും അടുക്കൽ ചികിത്സക്കുള്ള വല്ല വഴിയുണ്ടാകും. നമ്മുടെ ഗോത്രത്തലവന് ഛത്രാധിപതിക്ക് ഉപകാരം ചെയ്യുന്ന വല്ല വഴിയും അവരുടെ അടുക്കൽ ഉണ്ടായേക്കാം. ഫാതൗഹും, അങ്ങനെ ഈ സഹാബികളുടെ സമൂഹത്തിൽ അവർ വന്നു. ഫഖാലു യാ അയ്യുഹർ റഹബ്, അല്ലയോ സംഘമേ, ഇന്ന സയ്യിദനാ ലുദിർ, ഞങ്ങളുടെ തലവൻ ഗോത്രത്തലവൻ അയാൾക്ക് കടിയേറ്റ് കിടക്കുകയാണ്. വസഅയ്നാ ലഹു ബികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി. ലാ യൻഫഉ, ഒന്നും ഉപകരിക്കുന്നില്ല. വഹൽ ഇൻദ അഹദിൻ മിൻകും മിൻ ഷൈ, നിങ്ങളിൽ ആരുടെയെങ്കിലും പക്കൽ വല്ല പ്രതിവിധിയുമുണ്ടോ? ഫഖാല ബഅദുഹും, അപ്പോൾ ആ സംഘത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നഅം വല്ലാഹി ഇന്നി ലഅർഖി, അല്ലാഹുവാണ് സത്യം, എനിക്കതിന് മന്ത്രിക്കാൻ പറ്റും. വലാകിൻ വല്ലാഹി ലഖദ് ഇസ്തലഫ്നാകും ഫലൻ തുളയ്യിഫുന, പക്ഷെ ഞാൻ ആ ചികിത്സക്ക് ഇപ്പൊ മുതിർന്നില്ല. നിങ്ങളോട് വന്നിട്ട് കഞ്ഞിയും ചോറും ചോദിച്ചു അതിഥികൾ എന്നുള്ള നിരക്ക്, അതിഥികളായി സ്വീകരിക്കുക അത് ഞങ്ങൾ അവകാശമല്ലേ, പക്ഷെ ഞങ്ങൾ അതിഥിയായി സ്വീകരിച്ചില്ല. ഫമാഅന ബിറാഖില്ലക്കും, അതുകൊണ്ട് ഞാൻ മന്ത്രിച്ചും തരുന്നില്ല എന്ന് പറഞ്ഞു. ഹത്താ തജഅലു ലനാ ജുഅല, മന്ത്രിച്ചു തരണമെങ്കിൽ അതിന് ഞങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രതിഫലം തരണം. ഫസാലഹൂഹും അലാ ഖതീഇൻ മിനൽ ഗനം, ഒരു കൂട്ടം ആടുകൾ നിങ്ങൾക്ക് തരാം. ഫന്തലഖ യത്ഫിരു അലൈഹി, അങ്ങനെ ഇയാൾ അങ്ങോട്ട് ചെന്ന് സയ്യിദുൽ ഖൗം, ആ ഛത്രാധിപതിയുടെ ഗോത്രത്തലവന്റെ അടുക്കൽ ചെന്നു. ചെന്നിട്ട് അയാളുടെ മേല് തുപ്പി, ചെറിയ നിരക്ക് ഊതുമ്പോൾ ആ തുപ്പ് വയസ്സറവും, ആ ഊതിക്കൊണ്ട് തുപ്പിക്കൊണ്ട് തുപ്പലം പാറ്റിക്കൊണ്ടുള്ള ഊതിയിട്ട് അദ്ദേഹം പാരായണം ചെയ്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. ഫകഅന്നമാ നുശിത മിൻ ഇഖാൽ, എല്ലാ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും മാറി അദ്ദേഹം ഉന്മിഷത്തായി എഴുന്നേറ്റതുപോലെ. ഫന്തലഖ യംശി, അദ്ദേഹം നടക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ചുരുണ്ട് കിടക്കണം, അദ്ദേഹം അന്നാണ്. വമാ ബിഹി ഖലബ, ഒരു ചാഞ്ചല്യവുമില്ലാതെ. ഖാല ഫഔഫൂഹു, വീരം മാറിയപ്പെടുത്താനും മതി, അതാ ചികിത്സിക്കേണ്ടത്. ആദ്യം തന്നെ പൈസ വാങ്ങിയുടെ ഭക്ഷണമൊന്നും മുഴുങ്ങണല്ല, മാറിയ ചികിത്സ അത് വളരെ ദീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ചികിത്സ നടത്തുമ്പോൾ മാറുന്ന ഏതാണ്ട് ഉറപ്പുണ്ടെങ്കിലേ പൈസ വാങ്ങുള്ളൂ ചിലര്. അല്ലെങ്കിൽ പറയും നമ്മൾ നോക്കുക പിന്നെ വാങ്ങാന്ന് പറയും. അത് ആ ചികിത്സന്റെ മര്യാദയിൽപ്പെട്ടതാണ്. അങ്ങനെ മാറി നേതാവ് എഴുന്നേറ്റ് നടന്നപ്പോ പറഞ്ഞ മാതിരി അവർ നിശ്ചയിച്ച ജുആല് അതിനുള്ള പ്രതിഫലം കൊടുത്തു. അല്ലദീ സാലഹൂഹും അലൈഹി, അവർ സന്ധി ചെയ്തിരുന്ന. ഫഖാല ബഅദുഹും ഇഖ്സിമു, ഒരുക്കാന്ന്, സ്വാഭാവികമായിട്ടും ഒരുക്കാന്ന് പറഞ്ഞു. ഫഖാല അല്ലദീ റഖ, മന്ത്രിച്ചാള് പറഞ്ഞു, ഏയ് ഇതിപ്പോ നമ്മളത് കരുതി ചെയ്തതാണ്. ഇതാണ് സഹാബത്തിന്റെ സൂക്ഷ്മതട്ടം. ഉടനെ തന്നെ ഇവിടെ എന്താ മുന്നിൽ കണ്ട കണ്ടിമക്ക് വാരി വീഴുന്ന സ്വഭാവമാണ് നമുക്ക് സംഭവിച്ചില്ല. ലാ തഫഅലു ഹത്താ നബിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കൽ എത്തട്ടെ. ഫനദ്കുറ ലഹു അല്ലദീ കാൻ, സംഭവിച്ചത് പറയട്ടെ. ഫനൻദുർ, എന്നിട്ട് നമ്മൾ നോക്കുക. മാ യഉമുറുന, എന്താണോ നബി കൽപ്പിക്കുന്നത് ചെയ്യാം. അല്ലാണ്ട് കിട്ടിയതിന് പാതി കിട്ടാത്ത പാതി അത് വെട്ടി വീഴാൻ പറ്റൂല. ഫഖദിമു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവര് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി. ഫദക്കറു ലഹു, കാര്യങ്ങൾ വിശദീകരിച്ചു. ഫഖാൽ വമാ യുദ്രീക അന്നഹാ റുഖിയ, സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ രോഗത്തിന് വിഷത്തിന് മന്ത്രിക്കാൻ പറ്റിയ ഒരു സാധനമാണ്, മന്ത്രിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് എവിടുന്നാണ് ഉയരം കിട്ടിയത്? അത് ചോദിച്ചു, ഞങ്ങളങ്ങനെ ചെയ്തു. പറഞ്ഞു സംഗതി വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും അത് അസ്വബത്തു, ഇതാണ് എന്റെ രേഖ. അത് അസ്വബത്തു, നിങ്ങൾ ചെയ്ത് ശരിയാണ്, ശരി, അത് ശരിവെച്ചു. യുക്സിമു, അതിന് നിങ്ങൾക്ക് കൂലി വാങ്ങിയതിൽ തെറ്റില്ല, പ്രതിഫലം വാങ്ങിയതിൽ തെറ്റില്ല, കൂലി തിരിച്ചോളി.
വളിബൂലി മാക്കു സഹമ, കൂട്ടത്തിൽ വരെ ഒരിക്കും തന്നത്. ഫളാഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തിനാണെന്നറിയോ? അത് വാങ്ങുന്നതിന് ഇപ്പൊ നമ്മക്കന്നെ അങ്ങനെ വാങ്ങി ശരിയാകുമോ മനസ്സിലൊരു ചെറിയ പ്രയാസം, ആ പ്രയാസം ഒഴിവാക്കാൻ ഇസ്തീനാത്തിന് വേണ്ടിയാ വളിബൂലി സഹമ എന്ന് പറഞ്ഞത്. അല്ലാണ്ട് നബിക്ക് ആടിട്ടാനുള്ള മോഹനത്തിലല്ല അത് വാങ്ങുന്നത്. ഓർക്കന്നെ അത് വാങ്ങാൻ പറ്റുമോ എന്ന് ചെറിയൊരു മനസ്സിലൊരു പിടിപ്പുറവുള്ളതുകൊണ്ടാണല്ലോ നബിന്റെ അടുക്കൽ വന്നിട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഹറജ് വിചാരിക്കണ്ട, നല്ലതാണ്, വാങ്ങി തിന്നാവുന്നതാണ്, ഹലാലാണ്, ഹലാൽ. അപ്പോ ഏതാണ് ചികിത്സ? ഖുർആൻ കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ, അതിൽ കൂലി വാങ്ങിയ വാങ്ങി. ഖുർആൻ കൊണ്ട് നമുക്ക് കൂലി വാങ്ങാവുന്ന ഒരു കാര്യം ഇതാണ്. അതിനല്ല നമ്മൾ വാങ്ങണം. നമ്മള് ഖുർആൻ ഓതി നിസ്കരിച്ചു കൊടുത്താൽ കൂലി വാങ്ങും. അതിന് കൂലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സലഫു സ്വാലിഹ്യങ്ങൾ അത് വാങ്ങിയിട്ടില്ല. ഇനി രണ്ടാമത്തെ സൂറത്ത് അൽ മുഅവ്വിദാത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഇതാണ് മുഅവ്വിദാത്ത്. മുഅവ്വിദത്താനി മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ അവസാനത്തെ രണ്ടെണ്ണം, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ്. മുഅവ്വിദാത്ത് എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം. عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا مرض أحد من أهل بيته نفث عليه بالمعوذات. ഇമാം മുസ്ലിം കിതാബ് സലാമിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. തന്റെ പത്നിമാരിൽ ആർക്കെങ്കിലും, വീടരിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ അവിടുന്ന് ചെയ്യാറുണ്ടായിരുന്നത് നഫസ അലൈഹി ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്ത് ഓതിയിട്ട് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതിയിട്ട് നഫ്സ് ചെയ്യും. നഫ്സ് എന്ന് പറഞ്ഞാൽ അല്പം തുപ്പലോട് കൂടിയുള്ള ഊത്ത, ചെറിയ തുപ്പലം വന്നുകൊണ്ടുള്ള ഊത്ത, അതാണ് നബി ചെയ്യാറുള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ബഖറ. ഇപ്പൊ 3-4 സൂറത്ത് ഞാൻ പറഞ്ഞു. ഈ 5ാമത്തെ സൂറത്തുൽ ബഖറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തജഅലൂ ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിയകലുന്നു. അതുകൊണ്ട് പിശാചിനകത്ത് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ പല രോഗവും കൊണ്ടുവരും. അപ്പൊ നമ്മള് ഓടിയാകലോ? എങ്ങനെ ഓടിയാകല? വീട്ടിൽ നിന്ന് ഓടിയാകല നമ്മളെ മനസ്സിൽ തന്നെയുള്ള ഒരു വൈറസ് പോലെ കിടക്കുന്ന സാധനമല്ലേ എന്ന് നമ്മൾ കരുതണ്ട. സൂറത്തുൽ ബഖറ ഓതിക്കോളി, ഓടിയാകലും. ഇമാം മുസ്ലിമിന്റെയാണ് റിവായത്ത്. ഇനി ആയത്തുകളുണ്ട്. ഇതൊക്കെ ഇപ്പൊ സൂറത്തുകൾ. ചില ആയത്തുകൾ അതുപോലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയെ കുറിച്ച് മാത്രം നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല വക്കലനി റസൂലുള്ളാഹ്, നേരത്തെ നിങ്ങൾ കേട്ട സംഭവം ഞാനത് ആവർത്തിക്കുന്നില്ല, നമുക്ക് സമയം കിട്ടേണ്ടതുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ശേഖരിച്ചിട്ടുള്ള സക്കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചുവെന്നും അങ്ങനെ രാത്രി ഒരാൾ വന്നുവെന്നും ആവർത്തിച്ചുവെന്നും അങ്ങനെ അവസാനം ഫഖസ്സൽ ഹദീസ് ഫഖാൽ, ആ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അവൈത ഇലാ ഫിറാശിക്, നീ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നിന്റെ വിരിപ്പിലേക്ക് നീ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ, അഥവാ കിടക്കാൻ ചെന്നാൽ ഫഖറ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി നീ ഓതിക്കോ. ആയത്തുൽ കുർസി ഓതിയാൽ ലൻ യജാല മഅക മിനല്ലാഹി ഹാഫിദ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഹാഫിദ്, ഒരു സംരക്ഷകൻ നിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വലാ യഖറബുക ശൈത്താനുൻ, ഒരു പിശാചും നിന്റെ അടുക്കലേക്ക് വരില്ല. ഹത്താ യുസ്ബിഹ്, ഹത്താ തുസ്ബിഹ്, നേരം പുലരുന്നതുവരെ. വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖക വഹുവ കദൂബുൻ ലാക ശൈത്താൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ല, പിന്നെ ശൈത്താൻ പറഞ്ഞു കൊടുത്താണ്. ആ പറഞ്ഞ വാചകം അബൂ ഹുറൈറ അങ്ങോട്ട് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓൻ ആ പറഞ്ഞത് സത്യമാണ്, അവൻ പച്ചക്കള്ളനാണെങ്കിലും. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തോടു കൂടി ആയത്തുൽ കുർസി രാത്രിയിൽ ഓതാൻ പറഞ്ഞു. ഓതിയിട്ടുണ്ടെങ്കിൽ ആ രാത്രി നേരം പുലരുന്നത് വരെ ഒരു പിശാചും അവനെ സമീപിക്കില്ല. അത് അതിനുള്ളതാണ്. ഇനി വേറെ ചില ആയത്തുകൾ നോക്കാം. ആയത്താൻ ഞാൻ ഇവിടുത്തെ നിന്റെ ഒരു സ്റ്റൈലിന്ന് പോകും. സാധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കുന്ന പ്രസംഗങ്ങളും പുസ്തകങ്ങളും അതിനെ വിലയിരുത്തിക്കൊണ്ട് ഒരു കാര്യം പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എൽമിയായ ഒരു ബഹസിൽ നിന്ന് പുറത്തു പോണ്ടി വരും. എനിക്കറിയാം, ഞാൻ പലതും
വളരെയധികം മാനസികമായി പ്രയാസം തോന്നുന്ന പലതും ഞാൻ കേൾക്കാറുണ്ട്, ഇദ്ദേഹത്തെ അഭിനയിക്കുന്നത്. പക്ഷെ അതിലേക്ക് ഞാൻ തൽക്കാലം കിടക്കുന്നില്ല. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അസല്ലാഹു അൻ യുആമിറഹും ബിമൂജിബി ഹിക്മതിഹി വഅദ്ലിഹി. ആയത്താൻ മിൻ ആഖിരി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 2 ആയത്ത്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയത്തൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫത. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 2 ആയത്തുകൾ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, ഒരു രാത്രി ഓതിയാൽ ആ 2 ആയത്തുകൾ തന്നെ അയാൾക്ക് മതി, അയാൾക്ക് സംരക്ഷണമായിട്ട് അത് തന്നെ മതി. പിന്നെ അശറു ആയാത്തിൻ മിനൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള വ്യത്യസ്തമായ 10 ആയത്തുകൾ ഇതുപോലെ ഉപയോഗിക്കുന്നതാണ്. അഖ്ബർന അംറു ബിൻ ആസിമിൽ നിന്നിങ്ങനെ വന്നിട്ട് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്ത്, ഖാല മൻ ഖറഅ 4 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലെ 4 ആയത്ത്, വആയത്തുൽ കുർസി, അത് കഴിഞ്ഞാൽ 4 ആയത്ത് കഴിഞ്ഞാൽ പിന്നെ ആയത്തുൽ കുർസിയിലേക്ക് പോയി. ആയത്തുൽ കുർസി കഴിഞ്ഞാൽ വആയത്താനി ബഅദ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള 2 ആയത്തുകൾ, അതിനുശേഷം വസലാത്തുൻ മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 3 ആയത്തുകൾ. ഇങ്ങനെയുള്ള 4 ഉം 1 ഉം 5, 5 ഉം 2 ഉം 7, 7 ഉം 3 ഉം 10. ഈ 10 ആയത്തുകൾ ഒരാൾ ഓതിയാൽ ലം യഖ്റുബുഹു വലാ അഹ്ലഹു യൗമഇദിൻ ശൈത്താൻ, അന്നേ ദിവസം അവനെയോ അവന്റെ വീടരെയോ പിശാച് അടുത്ത് വരില്ല. വലാ ശൈഉൻ യക്റഹു, അവൻ വെറുക്കുന്ന ഒരു കാര്യവും അവന്റെ അടുക്കലേക്ക് വരില്ല. വലാ യഖറഅന്ന അലാ മജ്നൂനിൻ ഇല്ലാ അഫാ, ഒരു ഭ്രാന്തന്, ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്റെ മേൽ ഇത് ഓതിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ബുദ്ധി തെളിയാതിരിക്കുകയും ചെയ്യില്ല. ജിന്ന് ബാധിച്ച നമ്മൾ പലതും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ഔഷധം ഒഴിവാക്കിയിട്ട് ലക്ഷങ്ങൾ ചെലവാക്കും. അത് ഒരു തരം ഹിദ്ലാനാണ്. അള്ളാഹു നമ്മെ കൈവിടുമ്പോൾ വരുന്നൊരവസ്ഥയാണ്. ശരിയായ സാധനം കയ്യിലുണ്ടാവും, അതെന്നിട്ട് കാണാതെ അറിയാതെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഇങ്ങനെ തെണ്ടി നടന്ന് ഇടങ്ങാറായി പൈസ ചെലവാക്കി അധ്വാനിച്ചു എടുത്തിട്ട് നടക്കും. ഇനി ഇപ്പൊ 2 കാര്യങ്ങളോട് പറഞ്ഞു. ചികിത്സ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഖദരി കൗനി എന്ന് പറയുന്നത്, രണ്ടാമത്തത് ശർഈ. ഖദരി കൗനിയാണെങ്കിൽ അതിന് ഗൈബുമായിട്ടൊരു ബന്ധമല്ല, അത് പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ശർഈ ആയിട്ടുള്ളത് റുഖിയാണ്. ആ റുഖിയയുടെ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, അതിന് ഏറ്റവും നല്ല പ്രാർത്ഥനകൾ കലിമാത്തുള്ള അസ്മാഉഹു വസിഫാത്തുഹു ഇതാണ്. ഇനി പിന്നെ നമുക്കാകാവുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മായുഴക്കലു മഴനാഹു, അർത്ഥമറിയാവുന്ന ഏത് കാര്യം കൊണ്ടും, പക്ഷെ അത് ശിർക്കുള്ളതോ ശിർക്കിലേക്ക് എത്തിക്കുന്നതോ ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യം പറഞ്ഞു, അത്ര വിട്ടുവീഴ്ച ആ വിഷയത്തിൽ തന്നിട്ടുണ്ട്. ഇനി അത് പിന്നെ നമ്മൾ സാധാരണ നിലക്ക് നടത്തുകയാണെങ്കിൽ റുഖിയ നടത്താൻ പറ്റിയ സൂറത്തുകൾ പറഞ്ഞു. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. അതുപോലെ തന്നെ ആയത്തുകൾ പറഞ്ഞു. ആയത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറ തുടക്കത്തിലുള്ള ആദ്യത്തെ 3 ആയത്തുകൾ, ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള 2 ആയത്തുകൾ, അവസാനത്തെ 3 ആയത്തുകൾ. ഇങ്ങനെയുള്ള ആയത്തുകൾ ബഖറയിൽ ആദ്യത്തെ 4 ആയത്ത്, അവസാനത്തെ 3 ആയത്ത്, ഇങ്ങനെയുള്ള ആയത്തുകൾ അതൊക്കെ എണ്ണി. ഇതല്ലാത്തതുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇതിന്റെ പുറമെ പിന്നെന്താ റുഖിയ നടത്തുമ്പോൾ ചെയ്യാവുന്നത്? ചിലർ നോക്കി, ചിലർ അടിച്ചു, ചിലർ തുപ്പി എന്നുള്ളൊക്കെ വിഷയം. അതൊക്കെ പറ്റുമോ പറ്റൂലേ? തുപ്പി എന്നൊക്കെ പറയണം. അതോട് കൂടിയിട്ട് എന്നാ ഈ തുപ്പലിനൊന്നൊരു പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾ ഈ ബ്യൂട്ടീഷ്യൻസ് എന്നൊക്കെ പറയുന്ന ചില ടൈപ്പ് ഉണ്ട്. അവരടുക്കൽ ചെല്ലി ഈ മുഖക്കുരുവിനൊക്കെ പരത്തി തരുന്നത് അവരുടെ തുപ്പൽ തന്നെയാണ്. അല്ലേ? അത് നിന്നിട്ട് പ്രോസസ് ചെയ്ത് തന്നാല് അപ്പൊ നല്ല മരുന്ന്, നല്ല ഉപ്പിലായാലും നല്ല വില കിട്ടും. വലിയ വിലയൊന്നുമില്ല. നമ്മൾ കുടിക്കണ പല മരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ്, അതിൽ നിന്ന് പിന്നെ കരളും മറ്റതും മറ്റൊക്കെ എടുത്തതാണ്. അതിനൊന്നും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. മരുന്നുണ്ടാക്കുന്ന പല വസ്തുക്കളും നമ്മൾ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. തുപ്പലത്തിലൊന്നുമില്ല. തുപ്പലത്തിലൂടെ ഒരു ദ്രോഹം വല്ലാതെ വരാനുമില്ല. അതിന് ഹയറല്ലാതെ. പക്ഷെ അത് പറയുമ്പോ തുപ്പി പറയുമ്പോ ഒരു പുരോഗതിക്ക് കുറവായി തോന്നുന്നതാണ്. ഈ ബുദ്ധിമുട്ടാണ് മനസ്സിന് മാത്രം വിട്ടാൽ എന്തൊക്കെ ചെയ്യാൻ അതിന്റെ കൂടെ. ഒന്ന് തടവാം. അതാരാണ് തടവണം? ചൂഷണം ചെയ്യരുത്. പുരുഷന്മാര് പെണ്ണുങ്ങളെ തടവരുത്. അങ്ങനെ തടവണമെങ്കിൽ സ്വന്തം പെണ്ണുങ്ങളാകണം, അല്ലെങ്കിൽ കുട്ടികളാകണം. മനസ്സിലായല്ലോ? അത് തടവാറുണ്ട്. സ്വന്തം തടവാം, മറ്റൊരാൾക്ക് തടവിക്കൊടുക്കാം, യാതൊരു കുഴപ്പമില്ല. അത് നമ്മളെ നമുക്ക്
ഈ വിവാഹം നിഷിദ്ധമായ അർത്ഥത്തിലുള്ള നമ്മുടെ ഉമ്മ, നമ്മുടെ മകൾ, നമ്മുടെ ഭാര്യ അങ്ങനല്ല, സാധാരണ തൊടാവുന്ന ആൾക്കാരെ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിവായത്ത്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് ചെന്നാൽ കുല്ലലൈലത്തിൽ ഓരോ രാത്രിയിലും ജമാ കഫൈഹി, ആദ്യം 2 കപ്പുകളും കൂട്ടിപ്പിടിക്കും. തുമ്മ നഫസ ഫീഹിമാ, ഇങ്ങനെ ഊതും. നഫസ എന്ന് പറഞ്ഞാൽ ഊത്താണ്, അതിൽ ചെറിയതാൾക്ക് ഉമിനീര് വരും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഫഖറ ഫീഹിമാ, അങ്ങനെ ഊതിയതിന് ശേഷം 2 കൈകളിലേക്കും ഓതും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അഥവാ മുഅവ്വിദാത്തുകൾ ഓതും. സുമ്മ യംസഹു ബിഹിമാ, പിന്നെ ഈ 2 കൈ കൊണ്ടും തടവും. മസ്തതാ മിൻ ജസദിഹി, തന്റെ ശരീരത്തിൽ നിന്ന് സാധിക്കുന്ന അത്ര ഭാഗങ്ങളിൽ. അത് തുടങ്ങുന്നത് യബ്ദഉ ബിഹിമാ അലാ റഅസിഹി, തലയിൽ നിന്ന് തുടങ്ങും. വവജ്ഹഹു, അങ്ങനെ മുഖത്തിലൂടെ വരും. വമാ ഖബല മിൻ ജസദിഹി, ശരീരത്തിൽ നിന്ന് മുൻഭാഗത്തിൽ നിന്ന് കഴിയുന്ന അത്ര ഭാഗം തടവും. യഫ്അലു ദാലിക സലാസ മർറാത്തിൻ, അത് 3 തവണ ആവർത്തിക്കും. അപ്പൊ സ്വന്തം തടവാം എന്ന് കിട്ടിയാലോ. ഇനി വേറൊരാളെ തടവണ കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, കാന യൻഫുസു അലാ നഫ്സിഹി ഫിൽ മറദ് അല്ലദീ മാത ഫീഹി ബിൽ മുഅവ്വിദാത്ത് ഫലമ്മാ തഖുല കുൻതു അൻഫുസു അലൈഹി ബിഹിന്ന. അങ്ങനെ രോഗം മൂർച്ഛിച്ചപ്പോൾ ആയിഷ ബീവിയാണ് ഓതിയിട്ട് ഇങ്ങനെ ഊതിക്കൊടുക്കാറുണ്ടായിരുന്നത്. തടവാൻ നേരത്ത് നബിന്റെ കൈ പിടിച്ചിട്ട് ആ കൈകൊണ്ടല്ല ഞാൻ തടവിച്ചു കൊടുക്കും. ഈ ബർക്കത്തിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിന് പ്രത്യേക ബർക്കത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ വേറൊരാൾക്ക് ഊതിക്കൊടുക്കാം, ചെറിയ വിധത്തിൽ ഉമിനീര് വരുന്ന വിധത്തിൽ ഊതാം, എന്നിട്ട് തടവാം. പിന്നെ ബുഖാരിയിൽ നിന്നുള്ള റിവായത്ത് കാണൂ, വേറൊരാൾക്ക് തടവിക്കൊടുക്കുന്നതിനുള്ള വ്യക്തമായ മറ്റൊന്ന്. സാഹിബ് ഇബ്നു യസീദ് പറയാണ്, ലഹബത്തു ബി ഹാലത്തി, എന്റെ ഹാലത്ത് എന്ന് പറഞ്ഞാൽ ഇളയമ്മ അല്ലെങ്കിൽ മൂത്തമ്മ, ഉമ്മാന്റെ അഞ്ചത്തി അല്ലെങ്കിൽ ഏട്ടത്തി എന്നീ കൂട്ടിയിട്ട് നബിന്റെ അടുക്കലേക്ക് പോയി. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, ഇന്നബിന ഉഖ്തി, എന്റെ സഹോദരിയുടെ പുത്രി, അത് എന്റെ സഹോദരിയുടെ പുത്രൻ, പിന്നെ വജ്ർ, അയാൾക്ക് എന്തുണ്ട്, ഈ കുട്ടിക്കൊരു വേദന ഉണ്ട്, അതുകൊണ്ട് ബറക്ക, അങ്ങനെ ഞാനൊരു വേദന എനിക്കുള്ളപ്പോഴാണ് കൊണ്ടുപോയത്. ആ സമയത്ത് അവിടുന്ന് എന്റെ തല തടവി എനിക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ വുളു ഉണ്ടാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ഉണ്ടാക്കിയ വെള്ളത്തിൽ നിന്ന് ഞാൻ അല്പം കുടിച്ചു. ഖുംതു, പിന്നീട് ഞാൻ എഴുന്നേറ്റ് നമസ്കരിച്ചു. കൂടെ നബിയുടെ പിറകിൽ നിന്നുകൊണ്ട് അങ്ങനെ നുബുവത്തിന്റെ ആ മുദ്ര നബിയുടെ പിറകിൽ ഞാൻ കണ്ടു. ബൈന കറ്റിഫൈഹി, 2 ഷോൾഡറുകൾക്കിടയിൽ. ആ കാര്യം കൃത്യമായി പറഞ്ഞു. അപ്പോ വേറെ കുട്ടിക്ക് വേണ്ടി തടവി കൊടുത്തത്. ഇനി ബുഖാരിയിൽ നിന്ന് തന്നെ കാണാം, ഭാര്യമാർക്ക് തടവിക്കൊടുത്തത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅവ്വിദു ബഅ്ളാഹിരിഹി, അവിടുത്തെ പത്നിമാരിൽ ചിലർക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഅവീദ് ചൊല്ലിക്കൊടുക്കാറുണ്ട്. യംസഹു ബിയദിഹി അൽ-യുംന, വലത്തെ കൈകൊണ്ട് എന്നിട്ട് നബി തലവാറുമുണ്ടായിരുന്നു. വയഖൂലു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാഅ് ഇശ്ഫി വഅൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉ ശിഫാ ലാ യുഗാദിറു സഖമാ. പ്രാർത്ഥന നമുക്കറിയുന്നതാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് തടവിക്കൊടുക്കാറുണ്ട് ഭാര്യമാർ. അപ്പൊ സ്വന്തം തടവ, മറ്റൊരാളെ തടവിക്കൊടുക്കാം. ഇനി തുപ്പല്, ചെറിയ വിധത്തിൽ തുപ്പലം വരുന്ന നഫ്സും അല്ല ശരിക്കുള്ള തുപ്പലും രണ്ടുണ്ട്. കേട്ടോളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തക്കൽ ഇൻസാൻ, ഒരു മനുഷ്യന് രോഗം ബാധിച്ചാൽ, ഔ കാനത്ത് ബിഹി ഖർഹത്തുൻ, അല്ലെങ്കിൽ അയാൾക്ക് അൾസർ പോലത്തെ വല്ല വ്രണവും ഉണ്ടായാൽ, ഔ ജുർഹുൻ, അല്ലെങ്കിൽ വല്ല മുറിവുമേറ്റാൽ, ഖാല ബിസ്ബൈഹി ഹക്കലാ, തന്റെ വിരൽ കൊണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. വവളാ സുഫിയാൻ സബ്ബാബത്തഹു, എന്നിട്ട് സുഫിയാൻ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അത് കാണിച്ചു തന്നു. ചൂണ്ടുവിരല് ഭൂമിയിലേക്ക് ഇങ്ങനെ വെച്ചു. സുമ്മ റഫഅഹ, എന്നിട്ട് ആ വിരൽ ഉയർത്തി. വഖാല, എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ ആ മഹത്തായ നാമം കൊണ്ട്, തുർബത്ത് വർദ്ദിന, നമ്മുടെ ഭൂമിയിലുള്ള മണ്ണ്, ബിരീഖത്തി വഅദിന, നമ്മളിൽ ചിലരുടെ ഉമിനീര് കൊണ്ട്, യുഷ്ഫാ സഖീമുന, നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് ശമനം ലഭിക്കുന്നതാണ്, ബിഇദ്നി റബ്ബിന, നമ്മുടെ റബ്ബിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടെ. അപ്പൊ റീഖത്ത് ചികിത്സക്കുള്ള ഒരു സംഗതിയാണ് ഉമിനീര്, ചെറിയ വിധത്തിൽ തുപ്പ. ഇനി ഇരുസല്ലാസനം തുപ്പിയ ഉദാഹരണം ശരിക്ക് നഫ്സല്ല, ഊതുന്ന കൂട്ടത്തിൽ ലേശം വന്നു പോണതല്ല, മറിച്ച് ശരിക്കുള്ള ഒരു തുപ്പൽ തന്നെയാണ്. അതാണ് നേരത്തെ ഞാൻ ഉസ്മാൻ ബിൻ അബ്ദുൽ ആസിന്റെ കഥ പറഞ്ഞല്ലോ, അതിൽ വായയിലേക്ക് തുപ്പി തഫീല എന്നാണ്. തഫീല. ഈ റിവായത്തുകളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നതാണ്?
ഇതൊക്കെ ബുഖാരി ഏതായാലും കളവ് പറയാൻ നടക്കുക, ഇവരുമാജ് ഇവരൊക്കെ എല്ലാവരും കളവാണ്, സർവത്ര കളവ് എന്ന് പറയാൻ പറ്റുമോ? ഇനി അത് മാത്രമല്ല, അത് ഞാൻ ആവർത്തിക്കുന്നില്ല, നേരത്തെ ഞാൻ വിശദമായി വായിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യാലബിന് മുറയിൽ നിന്ന് പറയാണ്, ലഖദ് റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ മാ റആഹാ അഹദുൻ ഖബ്ലി വലാ യറാഹാ അഹദുൻ ബഅദി. എന്റെ മുമ്പ് മറ്റൊരാളും കണ്ടിട്ടില്ല, എനിക്ക് ശേഷം ഇനി ഒരാളും കാണാനും പോകുന്നില്ല. അങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഞാൻ അവിടുന്ന് കണ്ടു. ലഖദ് ഖറജ്തു മഅഹു ഫീ സഫറിൻ, ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ പോവുകയാണ്. ഹത്താ ഇദാ കുന്നാ ബി ബഅദി തരീഖ്, അങ്ങനെ വഴിയിലെത്തിയപ്പോൾ മറന്നാ ബി ഇംറാഅത്തിൻ, ഒരു പെണ്ണിന്റെ അരികിലൂടെ നടന്നു. ജാലിസ, സ്ത്രീ ഇരിക്കുകയാണ്. മഅഹാ സബിയുല്ലഹ, ഒരു ചെറിയ കുട്ടി അവളുടെ കൂടെയുണ്ട്. ഫഖാലത്ത്, അവർ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ സബിയുൻ അസാബഹു ബലാ, ഈ കുട്ടിക്ക് വലിയൊരു പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. വഅസാബനാ മിൻഹു ബലാ, അവർ മുഖേന ഞങ്ങൾക്കും വലിയ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. യൂഖദു ഫിൽ യൗമി മാ അദ്രി കം മർറ, ഓരോ ദിവസവും അവന് ബാധയുണ്ടാകുന്നു, എത്ര തവണ എന്നറിയില്ല. ഖാല നാവിലീനിഹി, ആ കുട്ടിയെ എനിക്ക് എടുത്തുകൊണ്ടാന്ന് പറഞ്ഞു. ഫറഫഅതുഹു ഇലയ്യ, കുട്ടിയെ ഉയർത്തി നബിയിലേക്ക് കൊടുത്തു. ഫജഅലതുഹു ബൈനഹു വബൈന വാസിത്തത്തി റഹൽ, അങ്ങനെ നബിയുടെയും അതുപോലെ തന്നെ ഒട്ടകക്കട്ടിലിന്റെയും ഇടയ്ക്ക് ആ കുട്ടിയെ നിർത്തി. തുമ്മ ഫറഫാഹു, എന്നിട്ട് വായ തുറത്തിട്ട് ഫനഫസ ഫീഹി സലാസൻ, 3 തവണ അതിലേക്ക് തുപ്പി, ഊതി, തുപ്പലുള്ള ഊത്ത്. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട്, അന അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, യഖ്തയാതുല്ലാ, അല്ലാഹുവിന്റെ ശത്രുവേ നീ പരാജയപ്പെടുക, ചില റിവായത്തിൽ പുറത്തിയാടുക എന്ന് പറഞ്ഞു. തുമ്മനാമലഹായിയാഹു, അങ്ങനെ ആ കുട്ടിയെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മടങ്ങി വരുമ്പോ ഞങ്ങളെ കാണണം കേട്ടോ, ഫിഹാദിൽ മക്കാൻ, ഇതേ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിനെ മടങ്ങിപ്പോവും, അപ്പൊ ഞങ്ങളെ കാണണം. ഈ കുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ളത് പിന്നെ എന്നോട് പറഞ്ഞു തരണം. ഞങ്ങൾ പോയി, കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പന്നു. ആ സ്ഥലത്ത് തന്നെ ആ സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ കൂടെ 3 ആളുകളുമുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് എന്ത് പറ്റി? ഫഖാലത്ത് വല്ലദീ ബഅസക ബിൽ ഹഖ്, ഹഖുമായി അങ്ങേ നിയോഗിച്ചിട്ടുള്ള അല്ലാഹു തന്നെ സത്യം. മാ ഹദസ്നാ മിൻഹു ശൈഅൻ ഹത്താ, ഈ മണിക്കൂർ വരെ പിന്നെ യാതൊരു ദോഷവും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അതിൽ തുപ്പല് വന്നു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ സംഭവത്തിന് തുപ്പലില്ലേ? ഏത്? ബുഖാരി ഉദ്ധരിച്ച റിവായത്ത്. ഒരു ഗോത്രത്തിൽ ചെന്നു, സയ്യിദുൽ ഖൗം, ആ തത്രാബി, രണ്ടുണ്ട്. ശരിക്ക് തുപ്പി തന്നെയാണ്, നഫസ് മാത്രമല്ല. ബുഖാരിന്റെ റിവായത്ത് ഫത്ഹുൽ ബാരി. ഇനി നഫസിന് തുപ്പലം വരും എന്നുള്ളത് എവിടെ കിട്ടിയ? ഞാൻ പറഞ്ഞപ്പോൾ തെളിവ് പറഞ്ഞുതരാമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിക്കാണും, ക്ഷമിക്കുക. ഫത്ഹുൽ ബാരിയിൽ കൊടുക്കാൻ ഫംതലഖ യത്ഫിലു അലൈഹി വയഖറഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞല്ലോ. അത് വഹുവ നഫഖുൻ മഅഹു ഖലീലു ബുസാത്തിൻ, അല്പം തുപ്പലോട് കൂടിയിട്ടുള്ള ഊത്താണ് എന്ത് നഫസ്, നഫഖ്. വഹുവ നഫഖുൻ, ഏത് തെഫ്ല് എന്ന് പറയുന്നത് ഊത്താണ്, കുറച്ച് തുപ്പലം അതിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി അത് പറ്റുമെന്നുള്ളതിന് ഈ തുപ്പലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉമിനീര് എന്ന് പറയുന്നത് ചികിത്സക്കുള്ളതാണ് എന്ന് തന്നെ നേരത്തെ വായിച്ച ഹദീസിലുണ്ട്. ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബിരീഖത്തി ബഅദിനാ യുഷ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിനാ. അവിടെ എന്താണ്? നമ്മളിൽ ചിലരുടെ ഈ ഉമിനീര്, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലെ ചില മണ്ണ്, അത് അള്ളാന്റെ അനുമതി ഉണ്ടെങ്കിൽ നമ്മളിൽ ചില ആളുകൾക്ക് രോഗശമനത്തിനുള്ള കാരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്ത്? ഒരിക്കലും ഒരു ഉമിനീരോട് കൂടി തുപ്പ അല്ലെങ്കിൽ അല്പം ഒരു രോഗിയെ തുപ്പ എന്നുള്ളത് അത് തെറ്റായ സംഗതിയല്ല. ബിഹി ഞാൻ വായിച്ചതിൽ അധികം വന്നതാണ്. അല്ല, എന്റെ കയ്യിലുള്ള അല്ല, ഞാൻ പഠിച്ച എന്റെ മനപ്പാടത്തിലോ എന്റെ കയ്യിലുള്ള രേഖകളിലോ അല്ല, വേറെന്തോന്ന് എനിക്കറിയില്ല. അപ്പോഴത്തേക്ക് എന്റെ കയ്യിലില്ലേലില്ല, ഞാൻ മനപ്പാടാക്കിയതിലുമില്ല. ഇനി അപ്പൊ എന്താകാം? മന്ത്രിക്കാം, ഊതാം, ഊത്തിൽ ചെറിയ തുപ്പല ഉണ്ടാകാം, ചെറുതായി തുപ്പ, തടവ, ഇതിനൊക്കെ ഉള്ള തെളിവ് പറഞ്ഞു. ഇനി പിശാച് ബാധിച്ച ഒരാളോട് ആ പിശാചുമായിട്ട് നമുക്ക് സംസാരിക്കാം, പരിധി ഉണ്ടെന്നുമാണ്. നിയന്ത്രണ വിധേയമായി പരിധി വെച്ചുകൊണ്ട് സംസാരിക്കാം. എന്റെ വാക്കുകൾ അവ്യക്തല്ല,
എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല. അവിടെ എന്റെ ബയാദ് സുവാ കറുപ്പും വെളുപ്പാണ്, രണ്ടുകൂടി കൂടിയിട്ടില്ല. സംസാരിക്കാം എന്നുള്ളതിനുള്ള തെളിവ് ഒന്ന്, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് വന്ന സംഭവം ഞാൻ വായിച്ചത് തന്നെ അതിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് സംസാരിക്കുന്നു. എന്താ സംസാരിച്ചത്? അയാളുടെ വായിലേക്ക് തുപ്പിയതിന് ശേഷം പറഞ്ഞു, നെഞ്ഞത്തടിച്ചു, തുപ്പി അതിന് ശേഷം പറഞ്ഞു, 3 തവണ പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉഖ്റുജ് അദുവല്ലാഹ്. അത് ഉസ്മാൻ ഇബ്നു അബിൽ ആസിനോടാണോ? അല്ല, ഉഖ്റുജ് സെക്കൻഡ് പേഴ്സണോട് നേർക്ക് നേരെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഉഖ്റുജ്, നീ പുറത്തു കിടക്കുക. അദുവല്ലാഹ്, അത് മുനാദയാണ്. യാ അദുവല്ലാഹ് എന്നാണ്. അള്ളാഹുവിന്റെ ശത്രുവേ വിളിച്ചിട്ടാണ്. ഉഖ്റുജ്, പുറത്തു കിടക്കുക. മുഹാസബ, അഡ്രസ് ചെയ്തോ? അഡ്രസ് ചെയ്യാം. പിന്നെ ഈ പിശാചിനോട് അഡ്രസ് ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവാമൊരു വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിലെ പാമ്പുകളില്ലേ, അവയോട് സംസാരിക്കണം. അല്ല, ജിന്ന രൂപത്തിൽ വരുന്ന ഈ പാമ്പുകൾ, അല്ല പാമ്പ് രൂപത്തിൽ വരുന്ന ജിന്നുകൾ, അത് ഫഹർരിജു അലൈഹാ സലാസൻ, 3 ദിവസം കൊല്ലാതെ അവയാണ്ട് ബുദ്ധിമുട്ടാക്കി വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാനാണ് നോക്കേണ്ടത്. അതിലൊരു ഇൻസാർ കൊടുക്കണം, താക്കീത് കൊടുക്കണം. ആ താക്കീത് അവയോടുള്ള സംസാരമാണ്. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? മാലിക്കുൻ ഇമാം മാലിക് പറഞ്ഞു. മാലിക്കിനെ അറിയില്ലേ? ഇമാം ഉദാരിൽ ഹിജ്റ, മദീനയിലെ ഇമാമായിട്ടുള്ള 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഒരു ഇമാമായ മാലിക് പറയാം, യക്ഫീ ഫിൽ ഇൻസാരി അൻ യഖൂൽ, ഇൻസാർ ആ പാപിന്റെ രൂപത്തിലുള്ള ജിന്നിനോട് അഭിസംബോധന ചെയ്ത് തഹ്രീജ് നടത്തുമ്പോൾ പറയേണ്ട വാക്ക് ഉഹർരിജു അലൈക ബില്ലാഹ്, അല്ലാഹനെ പിടിച്ചുകൊണ്ട് ഞാനിതാ നിന്നെ താക്കീത് നൽകുന്നു. വൽ യൗമിൽ ആഖിർ, അതുപോലെ തന്നെ അന്ത്യനാളിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലാ തബ്ദു വലന, നീ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടരുത്. വലാ തുദീന, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഇതാണ് പറയേണ്ടത്. ഇത് 2 അഭിസംബോധനയാണ്. ആരുടെ അഭിസംബോധന? ജിന്നിനോട്. ആ ജിന്ന് ഏത് രൂപത്തിലാണ്? അതാണ് പാമ്പിന്റെ രൂപത്തിലാണ്. വഹക്കാ ഇബ്നു ഹബീബ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തുകൊണ്ട് മർഫൂആയ നിലയ്ക്ക് ഇബ്നു ഹബീബ് ഉദ്ധരിച്ച റിവായത്ത് അന്നഹു യഖൂൽ, ഇങ്ങനെയാണ് പറയാറുണ്ടായിരുന്നത്, അൻഷുദുകുന്ന ബിൽ അഹദ്, ഞാൻ നിങ്ങളോട് ആ കരാറ് മുൻനിർത്തിക്കൊണ്ട് ആവശ്യപ്പെടുന്നു. ഏത് കരാറ്? അല്ലദീ അഖദ അലൈകുന്ന സുലൈമാനു, സുലൈമാൻ നബി അലൈഹിസ്സലാം നിങ്ങളോട് വാങ്ങിയ കരാറില്ലേ, ആ കരാറ് മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അല്ലാ തുഊദൂലന, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്. വഅല്ലാ തദ്ഹറ അലൈനാ, നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന്. ഇതാണ് പറയേണ്ടത്. ഇത് എന്താണ്? ഇത് മുഹാത്തബത്താണ്. ഇപ്പൊ മുഹാത്തബത്ത് ശരിക്ക് കിട്ടിയല്ലോ. മുഹാത്തബത്ത് നടത്തണം അവാമറിനോട്. മുഹാത്തബത്ത് നടത്തി ജിന്ന് ബാധിച്ച ഒരാളോട് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി അതിന്റെ അപ്പുറം ചില സംസാരങ്ങൾ ഉണ്ടാകും. ഇനി മാലിന്യത്തിന് ശേഷം എന്ത് ചെയ്യണം? പതിനേഴ് ഇൻഷാഅല്ലാഹ് പൂർത്തിയാവും തോന്നുന്നു. പക്ഷെ ഇതില് അങ്ങനെയാണെങ്കിൽ ഇൻഷാഅല്ലാഹ് മാരി നിസ്കരിച്ചിട്ട് നമുക്ക് തുടരാം. അസൗകര്യമുള്ളവർ പോകണം കേട്ടോ. എൽമനെ സംബന്ധിച്ചുള്ള പ്രത്യേകത, നിങ്ങൾക്ക് നശാത്തുള്ളപ്പോഴേ നിങ്ങൾ എടുക്കാവൂ. നശാത്തില്ലെങ്കിൽ നിങ്ങൾ പോകണം, ഉന്മേഷം ഉണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ ഉന്മേഷം ഉള്ള സമയത്ത് നിങ്ങൾ വേറെ നിലക്ക് കേൾക്കുക മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. നശാത്തില്ലാതെ മലരോടുകൂടി മടുപ്പോട് കൂടി തേടാവുന്ന ഒന്നല്ല എൽമ്. നിങ്ങളെ ഇരുത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. മുഹാത്തബത്തുൽ അവാമിർ, മുഹാത്തബത്തുൽ ജിന്നി, ജിന്നുകളോട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് ആ കാര്യമാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ആ സംസാരത്തിന് പരിധികളുണ്ട് എന്നും നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും മാത്രം ഞാൻ പറഞ്ഞിരുന്നു.
അക്കാര്യത്തെ സംബന്ധിച്ച് അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ലാഹു തആല സലക്ഷ്യം തെളിവുകൾ സഹിതം അതിന് പാലിക്കേണ്ട മര്യാദകൾ വിശദീകരിക്കുന്നു. فمن استعان بهم على فك سحر زعموا أو معرفة هوية الجني المتلبس بالإنس സിഹർ ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ജിന്ന് ആരാണ്, അവന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ആരെങ്കിലും ജിന്നുകളോട് സഹായം ചോദിച്ചാൽ അദക്കറുൻ ഹുവ അം ഉൻസ, ഈ ജിന്ന് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കുക. മുസ്ലിമുൻ അം കാഫിറുൻ, മുസ്ലിമാണോ കാഫിറാണോ എന്ന് അന്വേഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുമായി ചോദിക്കുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ വൃത്താന്തങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അവരോട് ചോദിക്കുക എന്നത് അവരോട് സഹായം അർത്ഥിക്കലാണ്. എന്നിട്ടങ്ങനെ ചോദിച്ചു വസദ്ദഖഹു അൽ മുസ്തഈനു ബിഹി, ജിന്നിനോടത് ചോദിച്ച് സഹായം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഇയാൾ അത് സത്യപ്പെടുത്തി. ثم صدق هذا الحاضرون عنده, ഇദ്ദേഹം ഈ വേല ചെയ്യുമ്പോൾ അവിടെ സന്നിഹിതരായ ആളുകൾ അത് കണ്ടു കേട്ടു, ജിന്ന് പറഞ്ഞിട്ടുള്ള വിവരം അവർ വിശ്വസിച്ചു എങ്കിൽ ഫഖദ് ശമിലഹും ജമീഅ, ആ പണി ചെയ്ത ആൾക്കും അതുപോലെ തന്നെ അത് കേട്ട ആളുകൾക്കും ബാധകമാണ് വഈദു ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഈദ്, താക്കീദ്. മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ ചെന്നു അല്ലെങ്കിൽ ഒരു കാഹിനിന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് അയാൾ പറയുന്ന കാര്യം സത്യപ്പെടുത്തിയെങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച കാര്യത്തിൽ അയാൾ അവിശ്വസിച്ചു. വഫീ ഹദീസിൻ ആഖർ, മറ്റൊരു റിവായത്തിൽ വന്നിരിക്കുന്നത് ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, 40 നാൾ അയാൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടില്ല എന്നതാണ്. അതിനാൽ ഫയംബഗി അൽ ഇന്തിബാഹു ലിഹാദാ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഖദ് അലിംതു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്ന കസീറൻ മിമ്മൻ ഉബ്തുലു ബിഹാദിഹിൽ മിഹ്ന, ഇതൊരു ജോലിയായി സ്വീകരിച്ച് ആ പരീക്ഷണം, അത് വല്ലാത്തൊരു ഒരു അള്ളാന്റെ ഒരു പരീക്ഷണമാണ്, അതൊരു ജോലിയായി സ്വീകരിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. ഹും മിനൽ ഗാഫിലീന അൻ ഹാദിഹിൽ ഹഖീഖ, ഈ യാഥാർത്ഥ്യം അവര് അശ്രദ്ധരാണ് അതിനെക്കുറിച്ച്. അവര് ജിന്നിയോട് സംസാരിക്കും, പലതും ചോദിക്കും, അന്വേഷിക്കും, അറിയും, അത് ജിന്നിനോട് സഹായം ചോദിക്കലാണ്. ജിന്ന് പറഞ്ഞ കാര്യം അത് സത്യപ്പെടുത്തിയാൽ അത് അതിനേക്കാൾ അപകടമാണ്. ഫഅൻസഹുഹു, അത്തരക്കാരോട് എനിക്ക് നൽകാനുള്ള നസീഹത്ത്, ഇനിസ്തമറൂ ഫീ മിഹ്നത്തിഹിം, ഈ വേലയിൽ അവർ തുടരുകയാണെങ്കിൽ അല്ലാ യസീദൂ ഫീ മുഖാതബത്തിഹിം, ജിന്നുമായുള്ള സംസാരത്തിൽ അവർ വർദ്ധിപ്പിക്കരുത്. അലാ ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനപ്പുറം എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഉഖ്റുജ് അദുവല്ലാഹ്, അത്രേ പറയാൻ പറ്റുള്ളൂ. നീ ആരാണ്, ആണോ പെണ്ണോ, നിന്നെ പറഞ്ഞയച്ചത് ആരാ? ഇതിലെല്ലാം അബദ്ധം എന്താണെന്നറിയോ? അവരേറ്റവും വലിയ പ്രശ്നം നമ്മൾ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതായിരിക്കും. ഞാൻ മുസ്ലിമാണെന്ന് പറയും കാഫറായതിന്, അതുപോലെ തന്നെ എന്നതിന് പറഞ്ഞയച്ചത് മറ്റേ ആളാണെന്ന് പറയും, അയാൾ പറഞ്ഞയച്ചിട്ടുണ്ടാവില്ല, അയാളും ഇവരും തമ്മിൽ നിത്യമായ കുടുംബ വൈരാഗ്യത്തില്. ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ആസാറും സയ്യിഅത്തുൻ വഹീമ, ഒരു ഭാഗത്ത് മോശമായ അവസ്ഥ ഉണ്ടാകും. അതേ സന്ദർഭത്തിൽ അതിന്റെ ശർഈയായ ദോഷം അൽബാനിയുടെ വിശദീകരിച്ചു. ഒരു കാഹിന്റെ അടുക്കൽ ചെന്നിട്ട് അയാൾ പറയുന്നത് വിശ്വസിക്കുന്ന ആ കുറ്റം മുഴുവനും അവിടെ വരും. മുദക്കിറൻ ലഹും ബിഖൗലിഹി തആല, ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ വചനം മുൻനിർത്തിയാണ് ഞാൻ ഉത്ബോധിപ്പിക്കുന്നത്. ഫൽയഹ്സരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ കാണിച്ചു തന്ന അംർ എന്താണോ ആ അംർ, ആ കാര്യം അതിന്റെ അപ്പുറത്തേക്ക് വ്യത്യാസപ്പെടുത്താൻ നമുക്ക് പാടുള്ളതല്ല. അങ്ങനെ വ്യത്യാസപ്പെടുത്തുന്ന ആളുകൾ സൂക്ഷിച്ചുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം, വലിയ കുഴപ്പം അവരെ ബാധിച്ചേക്കും. അത് വലിയൊരു കുഴപ്പത്തിലേക്കുള്ള തുടക്കം, പിന്നെ അവസാനം ശിർക്ക് വരെ അത് പോകാം, വാതിൽ തുറക്കാം.
അഹ്മദ് ഇബ്നു ഹംബൽ ആയത്തിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ വേദനാജനകമായ ശിക്ഷ അവർക്ക് വരുന്നത് അവർ സൂക്ഷിക്കട്ടെ. വല്ലാഹുൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ജിന്നിയുമായുള്ള സംഭാഷണം സൂക്ഷിക്കണം, അത് വളരെ സൂക്ഷിക്കണം. ഇതിനപ്പുറം സംസാരിച്ചതായ ചില റിവായത്തുകൾ വരും ചില പണ്ഡിതന്മാരിൽ നിന്ന്. അതെന്ത് എന്നുള്ളതിന്റെ അവസാനത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഏതാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്, സൂക്ഷ്മമായിട്ടുള്ളത് എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, ചെയ്ത അത്രയും ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതൊക്കെ നബിക്കു ബാധകം. അത് നബിയുടെ ഖാസിയ്യ, നബിയുടെ സവിശേഷതകളിൽപ്പെട്ടതാണ്. അത് നമുക്ക് ബാധകമല്ല എന്ന് ചിലർ പറയുന്നുണ്ടാകും. അവർക്ക് അല്ലാമത്തുൽ അൽബാനിയുടെ ഈ വചനം വ്യക്തമായ മറുപടിയാണ്. അങ്ങനെ നബിയുടെ ഖാസിയ്യത്താണെങ്കിൽ ഖാസിയ്യത്തിൽപ്പെട്ടതാണ് എന്നതിനുള്ള കരീന സാഹചര്യ തെളിവുകൾ വേണം. അങ്ങനെ ഒരു സാഹചര്യ തെളിവും ഇതിലില്ലാത്തിടത്തോളം വഫീഹി അൽ ഇത്തിബാഉ ലി ഉമ്മത്തിഹി, ആ വിഷയത്തിൽ റസൂലുള്ളാഹിനെ ഇത്തിബാഉ ചെയ്യണം തന്റെ ഉമ്മത്ത്. അതിനുള്ള സാഹചര്യ തെളിവുകൾ തിരിച്ചാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസിയ്യത്തായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോ സഹാബത്തത് ആ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി ചെയ്തു പോന്നിട്ടുള്ളത്, പണ്ഡിതന്മാർ ചെയ്തു പോന്നിട്ടുള്ളത് ഒക്കെ അതിലുള്ള കാരണത്താൽ. ഇനി അടിയുടെ കാര്യം നോക്കാം. ഇപ്പൊ നമ്മള് സംസാരം കഴിഞ്ഞു, ഇനി ഒരു അടിന്റെ കാര്യമുണ്ട്. എങ്ങനെയാണ് അടിക്കല്? അടിക്കാമോ? അടിക്കാന്നുള്ളത് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഞാൻ ആവർത്തിച്ചു വായിക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അബിൽ ആസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ കാലിങ്ങനെ കുത്തിനാട്ടിയിട്ട് ഇരിക്കുമ്പോൾ നെഞ്ഞത്ത് അടിച്ചു എന്ന വിവരം പറയുന്നു. നെഞ്ഞത്തടിച്ചു. ഇവിടൊക്കെ ഞാൻ പറയുന്നു, ഒരു സ്ത്രീയെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അത് ഈ ചികിത്സയാണെങ്കിലും അല്ലാത്ത ചികിത്സയാണെങ്കിലും സൂക്ഷിക്കേണ്ട മര്യാദകളൊക്കെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു കാര്യങ്ങൾക്ക് വെച്ച എല്ലാ ആദാബുകളും അവർ പാലിച്ചിരിക്കണം. അൽബാനി പറയുന്നു ആ തെളിവ് അടിച്ചത് വേറെയും സന്ദർഭങ്ങളിൽ അടിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ഒരു സഹാബി വര്യൻ വന്നത് അൽ മസാനി, വേറെ സംഭവങ്ങളിൽ അത് യഥേഷ്ടം വേറെ തെളിവുകൾ വന്നിട്ടുണ്ട്. ഇബ്നു അബിൽ ആസിമിന്റെ സുന്നയിൽ അതുപോലെ തന്നെ മറ്റു ചില ഗ്രന്ഥങ്ങളിലൊക്കെ റിവായത്ത് വേറെ വന്നിട്ടുണ്ട്. അത് ഓരോന്നും ഞാൻ എടുത്തു വായിക്കുന്നില്ല. അതിലൊക്കെ എന്താന്ന് ചോദിച്ചാൽ, അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടർ അവരുടെ ഗ്രാമത്തിൽ നിന്ന് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിഭ്രംശം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊണ്ടുവരാമെന്നു. അടുത്തേക്ക് അടുപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നന്നായിട്ട് അടിച്ചു. ആ അടി അത്യാവശ്യം നല്ല അടിയിൽ അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപൊക്കുമ്പോൾ ബയാഉൽബുത്തിഹി, കച്ചത്തെ വെളുപ്പ് ഞങ്ങൾ കണ്ടിരുന്നു. അതുവരെ റിവായത്തുകളുണ്ട്. ഏതാണെങ്കിലും ഈ അടിയെ സംബന്ധിച്ചിടത്തോളം വലാകിന്നനി മിൻ ജാനിബിൻ ആഖർ, ഈ വിഷയങ്ങളൊക്കെ ഓരോ ഹദീസുകൾ ഉദ്ധരിച്ചതിന് ശേഷം അതിലുള്ള ഫിഖ്ഹ് അൽബാനി പറയാം. ഇതടിക്കാം എന്ന് ഇബ്നു തൈമിയ്യ ഫത്താവയിൽ പറഞ്ഞിട്ടുണ്ട്. അടിക്കാം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസിയ്യത്തിൽപ്പെട്ടതല്ല. നബി അടിച്ചിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അബിൽ ആസിനെ അടിച്ചിട്ടുണ്ട്, വേറൊരു ഗോത്രത്തിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ അടിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇബ്നു തൈമിയ്യ ഫത്താവയിൽ ഫത്വ നൽകിയിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ മുത്തലബ്ബിസായ ശരീരത്തിൽ പ്രവേശിച്ച ജിന്നിയെ ഇറക്കുന്നതിനു വേണ്ടി, ഒഴിവാക്കുന്നതിനു വേണ്ടി ആവശ്യമാണെങ്കിൽ അടിക്കാം. അത് ഇബ്നു തൈമിയ്യ ഫത്താവയിൽ കൊടുത്തിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും ഇബ്നു തൈമിയ്യ ഇവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അപ്പോൾ കുറ്റം വരും. അല്ല, ഇബ്നു തൈമിയ്യ ആരാ? ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് സലഫിയ്യത്ത്. അതിന്റെ എല്ലാ രൂപത്തിലും ഭാവത്തിലും നമുക്ക് വ്യക്തമാക്കി തന്ന മഹാനായ പണ്ഡിതൻ. അയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒരു അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയല്ല. അയാൾ ഫത്താവയിൽ തെളിവുകൾ സഹിതം ഈ തെളിവുകൾ കൊടുത്തിട്ട് അത് നബിക്ക് ബാധകാന്നല്ല പറഞ്ഞത്, അത് നമുക്ക് ചെയ്യാനാ പറഞ്ഞത്. അൽബാനി പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. വലാകിന്നനി മിൻ ജാനിബിൻ ആഖർ, മറ്റൊരു വശത്തിലൂടെ ഞാൻ ഉൻകിറു അശദ്ദൽ ഇൻകാർ, ഞാൻ വളരെയധികം ഇൻകാർ നടത്തുന്നു. അലല്ലദീന യസ്തഗില്ലൂന ഹാദിഹിൽ അഖീദ, ഇപ്പേരിൽ നാട്ടിൽ നടക്കുന്നത് മുഴുവനും ചൂഷണങ്ങളാണ്. ആ ചൂഷണങ്ങളുണ്ടല്ലോ, ശരിയായ ഈ അഖീദയെ അതിന്റെ മറപിടിച്ചുകൊണ്ട് നാട്ടിൽ ചൂഷണം നടത്തുന്ന ആളുകളുണ്ട്. അവരെ ഞാൻ ഇൻകാർ ചെയ്യുന്നു. വയസ്തഹിലൂന ഇസ്തിഹ്വാറൽ ജിൻ, അവർ ജിന്നിനെ ഹാജരാക്കുക എന്നുള്ള ഒരു സമ്പ്രദായം അവർ സ്വീകരിക്കുന്നു. വമുഹാസവതഹും, അവരുമായി സംസാരിക്കുക എന്നുള്ളതും മിഹ്നത്തൽ ലിമുആലജത്തിൽ മജ്ജാനീൻ വൽ മുസാബീന ബിസ്സർ, ഇത്
അവരെന്താണ് അതിനൊരു ജോലിയാക്കിയിട്ടുണ്ട് ഇത്തരക്കാരെ ചികിത്സിക്കാൻ വേണ്ടി. വയസ്തഖിദൂന ഫീ ദാലിക മിനൽ വസായിലി ലത്തി തസീൽ, ഇതിനു വേണ്ടി പല മാർഗങ്ങളും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് അലാ മുജറദി തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള, ഖുർആൻ കൊണ്ടുള്ള റുഖിയത്താണ് അതിനുള്ളത്. അതിനപ്പുറം വേറെ പലതും അവർ ചെയ്യും. മിമ്മാലം യുനസ്സിലില്ലാഹു ബിഹി സുൽത്താന, അവർ ചെയ്യുന്ന പല കാര്യത്തിനും അള്ളാഹു ഒരു തെളിവും ഇറക്കിയിട്ടില്ല. ഉദ്ദേശിക്കുന്നത് അറബ് ലോകത്തുണ്ട് എന്ത്, ഖുർആൻ കത്തിച്ചിട്ട് പുക കൊള്ളിക്കും. ഡോക്ടർ ബിലാൽ ഫിലിപ്സിന്റെ പുസ്തകമുണ്ട്, ദ എക്സോസിസ് ട്രഡീഷൻ ഇൻ ഇസ്ലാം. ബാധൊഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിലുള്ള ട്രഡീഷൻസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടുള്ളതിലെ പ്രധാനപ്പെട്ട രീതി ഇതാണ്. ഫീൽഡ് സ്റ്റഡിയിൽ കണ്ടെത്തിയത് എന്ത്, അള്ളാന്റെ കലാം എഴുതിയിട്ടുള്ള കടലാസ് കത്തിച്ചിട്ട് അതിന്റെ പുകയും ജ്വാല അങ്ങിട്ട് മറിപ്പിക്കുക. അതുപോലെ തന്നെ ഖുർആന് ഓതി ഊതിയ വെള്ളം കൊണ്ട് എറിയ. ഇങ്ങനെ കുറെ സംഭവങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെയുള്ള വസായിലുകൾ ചെയ്യുന്ന ആളുകൾ അത് മിമ്മാലം യുനസ്സിലില്ലാഹു ബിഹി സുൽത്താന, അതിന് അള്ളാഹു ഒരു തെളിവ് ഇറക്കിയിട്ടില്ല. കല്ലർബി ശദീദ്, കഠിനമായ അടി. ആ അടി എന്ന് പറഞ്ഞാൽ ചിലർ അടിച്ചിട്ട് മരണം വരെ നടന്നിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. അല്ലദീ ഖദ് യതറത്തബു അലൈഹി അഹ്യാനൻ ഖത്ലൽ മുസാബ്, അതിനെ തുടർന്ന് ചിലപ്പോൾ ഈ രോഗബാധയുള്ള ആള് മരിക്കുന്നതിന് ഇടവരാറുണ്ട്. കമാ വഖഅ ഹുനാ ഫി അമ്മാൻ, അത് വെറുതെ പറയല്ല. അമ്മാൻ എന്നോട് ഉദ്ദേശിക്കുന്നത് പിന്നെ ജോർദാന്റെ തലസ്ഥാനമായിട്ടുള്ള പട്ടണമാണ് അമ്മാൻ. ആ അമ്മാനിൽ അങ്ങനെ നടന്നു. വഫി മിസ്ർ, ഈജിപ്തിൽ നടന്നു. മിമ്മാ സാറ ഹദീസ് അൽ ജറായിദ് വൽ മജാലിസ്, പത്രത്തിലേക്ക് പ്രധാന റിപ്പോർട്ടുകൾ ആരെവിടെ കൂടിയാലും മറ്റവനവനെ അടിച്ചു വന്ന കഥ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. ഇങ്ങനെയുള്ള അടികൾ നടത്തരുത്. അത് ശരിക്കും ഇങ്ങനെ ജിന്നുണ്ട്, മനുഷ്യ ശരീരത്തിൽ കയറും, ഖുർആൻ ഓതിയിട്ട് റുഖ നടത്തിയിട്ട് അവൻ ഇറക്കണം. അതുപോലെ തന്നെ പുറത്തു പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ രൂപത്തിൽ മാത്രം പറയണം. അതിലധികം പറഞ്ഞ് മറ്റു കാര്യങ്ങൾ ചോദിച്ചന്വേഷിക്കാൻ നടക്കരുത്. അതിറങ്ങാൻ വേണ്ടിയിട്ട് അടിക്കാവുന്ന ഒരു ചെറിയ അടി ഉണ്ടെങ്കിൽ അതടിക്കാം എന്നല്ലാതെ അടിച്ചു കൊല്ലുന്നിടത്തേക്ക് എത്തരുത്. ലഖദ് കാന അല്ലദീന യതവല്ലൗന ഖിറാഅത അലൽ മസ്റൂഈൻ അഫ്റാദൻ ഖലീലീന സാലിഹീന ഫീമാ മള. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ നോക്കൂ, സലഫു സാലിഹീങ്ങളുടെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അപൂർവ ചില വ്യക്തികളായിരിക്കും. ഇന്ന് ബാധ ഒഴിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ തീരദേശങ്ങളിലൂടെ ഒരു സർവ്വേ നിങ്ങൾ പോയാൽ ഈ ഒഴിപ്പിക്കലിന്റെ ഒരു തല്ലാണ് കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ പല ഗ്രാമങ്ങളിലും ഇത് ഒഴിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ, ഒരുപാട് ആണുങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. വഫീഹിം ബഅദുൻ നിസ്വാൻ മുതബർരിജാത്ത്, ഒരിക്കലും ഇസ്ലാമികമായ വേഷം പോലും ധരിക്കാത്ത, നാളം മറക്കേണ്ട, ഭാഗങ്ങൾ മറച്ചിട്ടില്ലാത്ത പെണ്ണുങ്ങൾ വരെ അതിലുണ്ട്. ഫഖറജൽ അംറു അൻ കൗനിഹി വസീലത്തുൻ ശർഇയ്യ, അതോടുകൂടി ഇത് ശർഇയ്യായ ഒരു മാർഗം എന്നതിൽ നിന്ന് കാര്യം പുറത്തേക്ക് പോയി. ലാ യഖൂമു ബിഹാ ഇല്ലൽ അത്ബാഉ ആദ, സാധാരണഗതിയിൽ ഇത് ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശറഅ് പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ്, അത് ഇലാ ഉമൂർ വവസായിൽ ഉഖ്റ ലാ യഅരിഫു ശറഅ് വല തിബ്ബു മഅൻ, ശറഇലോ അല്ലെങ്കിൽ വൈദ്യത്തിലോ അറിയപ്പെടാത്ത കാര്യങ്ങളായി വേണ്ടാവൃത്തികൾ ചെയ്യുന്ന ഒരു കേളി രംഗമായി തീർന്നു ഇത്. ഫഹിയ ഇൻദി നൗഉൻ മിന അദ്ദജൽ, ഇന്നിവിടെ നാട്ടിലൂടെ നടന്നു കാണുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് കള്ളത്തരമാണ്. അത് പിശാച് ഉയർത്തിവിടുന്ന വസ്വാസുകളാണ്. അതുപോലെ തന്നെ അത് പിശാച് അവന്റെ ശത്രുവായ മനുഷ്യന് വഹി നൽകുന്ന സന്ദേശം കൈമാറി ചെയ്യിക്കുന്ന പ്രവർത്തനങ്ങളുമാണ്. وكذلك جعلنا لكل نبي عدوا شياطين الانس والجن يوحي بعضهم الى بعض زخرف القول غرورا. ഇത് മനുഷ്യ പിശാചുക്കളും ജിന്നിലെ പിശാചുക്കളും പരസ്പരം കൈമാറുന്ന അലങ്കാര വാക്കുകളാണ് എന്നാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. വഹുവ നൗഉൻ മിനൽ ഇസ്തിആനത്തി ബിൽ ജിൻ, അത് ജിന്നിനോട് അഭയം തേടുന്ന, ജിന്നിനോട് സഹായം ചോദിക്കുന്നതിലെ ഒരു ഇനമാണ്. അല്ലത്തി കാന അലൈഹാ അൽ മുശ്രികൂന ഫിൽ ജാഹിലിയ്യ, ആ പ്രവൃത്തി ചെയ്തിരുന്നത് ജാഹിലിയ്യ കാലഘട്ടത്തിലെ മുശ്രിക്കുകളാണ്. അൽ മൽകൂറ ഫി ഖൗലിഹി തആല, അവർ ചെയ്തിരുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വചനത്തിൽ പറഞ്ഞു, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ട കുറച്ചാളുകൾ ജിന്നുകളിൽപ്പെട്ട കുറച്ചാളുകളോട് അഭയം ചോദിച്ചു. അത് അവരുടെ ഗർവ് വർദ്ധിപ്പിക്കാൻ ഇടവരുത്തി. ഫമനിസ്തആനബിഹിം, അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരെങ്കിലും ജിന്നിന്റെ സഹായം തേടി അലാ ഫക്കി സിഹ്രിൻ ജഅലു, അവരതിന് പറയുന്നത് ഞങ്ങളത് സിഹ്ർ ഒഴിവാക്കി കൊടുക്കാനാണ് എന്നായിരിക്കാം. ആ വാദം വെച്ചുകൊണ്ട് ആദി ജൽപ്പിച്ചുകൊണ്ട് ജിന്നിന്റെ സഹായം തേടിയാൽ
ഔ മഅരിഫത്തി ഹവിയത്തിൽ ജിന്നി അൽ മുതലബ്ബിസ് ബിൽ ഇൻസി, മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ആ ജിന്നിന്റെ ഐഡന്റിറ്റി, അവൻ ആരാണ്, എവിടുത്തുകാരനാണ് എന്നുള്ള ഐഡന്റിറ്റി അറിയാൻ വേണ്ടി ചോദിച്ചാൽ ദക്കറുന്ന മുൻസ മുസ്ലിമുന്നം കാഫിർ, മുസ്ലിമാണോ കാഫിറാണോ എന്നൊക്കെ അവൻ ചോദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് ഷെയ്ഖ് ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസാരം പറ്റും, ജിന്നിയുമായിട്ട് മുഖാത്തബത്ത് പറ്റും. അത് നിയന്ത്രണം പാലിക്കണം. ഒന്ന്, അവരോട് സഹായം ചോദിക്കലാവരുത്, അവരുടെ ഹവിയ ഐഡന്റിറ്റി അറിയലാകരുത്, അവർ മുസ്ലിമാണോ കാഫിറാണോ ചോദിക്കലാകരുത്, ആണോ പെണ്ണോ എന്ന് ചോദിക്കരുത്. അവരോടൊറ്റ നിർദ്ദേശം, ഒരു കൽപ്പന, പോകൂ പുറത്ത്, നിനക്കൊരിക്കലും ഈ മനുഷ്യന്റെ ശരീരത്തിൽ കയറാനുള്ള ഹക്കില്ല, അതുകൊണ്ട് പുറത്തു കിടക്കൂ, ബിസ്മില്ലാ, അള്ളാന്റെ ആ മഹത്തായ ഇസ്മുൽ ജലാലത്ത് ഉയർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് പറയാൻ നമുക്ക് അവകാശമുണ്ട്. അതിനപ്പുറം അവനോട് ചോദിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി അത് ഇയാൾ ചോദിക്കുന്നത് തെറ്റ്, ചോദിച്ച് സത്യപ്പെടുത്തിയെങ്കിൽ അയാൾ 40 ദിവസത്തെ നമസ്കാരം നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. ഇനി അതിന്റെ പരിമിതികൾ ഞാൻ പറഞ്ഞ് സംസാരിക്കാം. ഇനിയിപ്പോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, എന്ത് യാതൊരു നിയന്ത്രണമില്ലാതെ ഒരുമായിട്ട് സംഭാഷണം നടത്താമെന്ന് സുബൈർ പറഞ്ഞു. ഇല്ല, സംഭാഷണം നടത്താം. അവാമിറിന് ഇന്താർ നടത്തുന്നത്, വീട്ടിലെ ജിന്നുകളായി വരുന്ന ഈ പാമ്പ് രൂപത്തിൽ വരുന്ന ജിന്നുകളോട് നടത്തുന്ന സംഭാഷണം, അതിലുപയോഗിക്കേണ്ട വാക്കുകൾ ഇമാം മാലിക് പറഞ്ഞതും ഹബീബ് പറഞ്ഞതും ഉദ്ധരിച്ചതും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ കയറിയ ഒരാളെ ഇറക്കിവിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കേ പറയാവൂ. പിന്നെ ഖുർആൻ ഓതി കൊടുക്കുക മന്ത്രം എന്നുള്ള അർത്ഥത്തിൽ, അല്ലാതെ വേറുള്ളത് വർദ്ധിപ്പിക്കരുത്. അടി അനിവാര്യമാണെങ്കിൽ അത് വളരെ ചെറിയ തോതിലുള്ള അടി, വലിയ അടി എടുത്തിട്ട് ആളെ കൊല്ലുന്നതല്ല. ഇത് ചെയ്യേണ്ടത് സ്വാലിഹ്യങ്ങളും മുത്തഖീങ്ങളുമായ അപൂർവ ചില വ്യക്തികളാണ്. അങ്ങനെയാണ് മുൻകാലത്ത്. അല്ലാതെ ഇതൊരു വലിയ തൊഴിലാക്കിയിട്ട് ദീനൊട്ടുമില്ലാത്ത തെമ്മാടികളായി നടക്കുന്ന ആളുകൾ ചെയ്യേണ്ട, മതത്തിന്റെ വിധിവിലക്കുകൾ പാലിക്കാത്ത പുസ്താസുകൾ അവർ ചെയ്യേണ്ട വേലയല്ല. ഇനി കൂലി വാങ്ങുന്നതിനെ കുറിച്ച്, വൈദ്യം നടത്തിയാൽ അതിന് കൂലി വാങ്ങും. ഇതൊരു വൈദ്യമാണ്, ഇതിന്റെ കൂലി വാങ്ങും. അലോപ്പതിക്ക് കൂലിയുണ്ട്, ഹോമിയോപ്പതിക്ക് കൂലിയുണ്ട്, നാടൻ വൈദ്യത്തിന് കൂലിയുണ്ട്, ഇത് കോട്ടക്കലാണ്. അതുപോലെ തന്നെ ഈ ചികിത്സ റുഖ എന്നുള്ളത് ഒരു ചികിത്സയാണ്, ശറ അംഗീകരിച്ച് അതിന് കൂലി വാങ്ങും. പക്ഷേ അത് അനുവാദമാണ്. ആ അനുവാദത്തിൽ ഹറജ് തോന്നേണ്ടതില്ല, വാങ്ങാം. പക്ഷെ എന്നാലും അതൊരു രണ്ടാം അത് തോന്നേണ്ടതില്ല. അത് തോന്നേണ്ടതില്ല എന്നാണ് ഇവര് മൂനീസഹന എനിക്കും ഒരു തന്നടിയിൽ പറഞ്ഞത്. ആ ഇസ്തിനാത്തിന് വേണ്ടിയാണ്. അത് എപ്പോഴാണ് വാങ്ങേണ്ടത്? അതിന്റെ മര്യാദ ആ രോഗം സുഖമായി എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ്. മറ്റൊരു രോഗം മാറില്ല, പൈസ പോവുകയും ചെയ്യും. ഇതല്ല ഇതിന്റെ മര്യാദ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഭവം തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ ഗോത്രത്തിൽ ഒരു ലബീബ്, ഒരു വിഷജന്തു കടിച്ചിട്ട് വിഷം തീണ്ടിക്കിടക്കുന്ന ഒരാളാണ് ഗോത്രത്തലവൻ, ഛത്രാധിപതി. അങ്ങനെ അവര് മന്ത്രിച്ചു കൊടുക്കാൻ ഏറ്റു. അതിന് അവർക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ജ്വാന് പ്രതിഫലം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പച്ച മാടിനെ അവർ കൊടുക്കാന്ന് വെച്ചു. അങ്ങനെ അയാൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊടുത്തതോടുകൂടി ആദ്യം ഊതി, ആ ഊത്തിന് കുറച്ച് എന്ത് വരുന്നുണ്ട്, തുപ്പലം കൂടിയുള്ള ആ തുപ്പലം ഉൾത്തോടു കൂടിയ ഊത്തൂതി സൂറത്തുൽ ഫാത്തിഹ ഊതിക്കൊടുത്തു. അയാൾ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചിതനായി ഉന്മിഷത്തായി അയാൾ അങ്ങോട്ട് നടന്നു. സുഖമായപ്പോൾ അവരാ വാക്ക് പാലിച്ചു, അത് വാങ്ങി. അത് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഖാരിജത്ത് ബിൻ സ്വൽഫ് തമീമി അദ്ദേഹത്തിന്റെ പിതൃവ്യനിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്നഹു അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ലം ثم أقبل راجعا من عنده. ആരാണ്? ഖാരിജത്ത് ബിൻ സ്വൽഫ് തമീമിയുടെ അമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. പിതൃവ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, ഇസ്ലാം സ്വീകരിച്ച് അത്യാവശ്യം ദീനൊക്കെ പഠിച്ച് അദ്ദേഹം തിരിച്ചു പോരുകയാണ്. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ഒരു ജനവിഭാഗത്തിന്റെ അരികിലൂടെയാണ് നടന്നു പോകുന്നത്. ആ ജനവിഭാഗത്തിൽ ഒരു ഭ്രാന്തനുണ്ട്. ആ ഭ്രാന്തനെ ചെങ്ങലക്കിട്ടിരിക്കുകയാണ്. മുവസ്സഖും ബിൽ ഹദീദ്, ചെങ്ങലക്കിട്ട ഒരു ഭ്രാന്തനുണ്ട്. ഫഖാല അഹ്ലുഹു ഇന്നാ ഹദ്ദസ്നാ അന്ന സാഹിബകും ഹാദാ ഖദ് ജാഅ ബിഖൈരിൻ ഫഹൽ ഇൻദകും ശൈഉൻ തുദാബി. അവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ അയാളിപ്പോ എവിടെ മക്കത്തോ എവിടെ പോയിട്ട് കുറെ ഹൈറ്
അല്ലെങ്കിൽ കുറച്ച് നന്മയുമായിട്ട് വന്ന വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും പോംവഴി ഉണ്ടോ നിങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ ഈ കൂട്ടത്തിലെ ഈ ഭ്രാന്തന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ? അപ്പോൾ അദ്ദേഹം ഫറഖൈതുഹു, ഇദ്ദേഹം ചെന്നിട്ട് അദ്ദേഹം മന്ത്രിച്ചു കൊടുത്തു. അത് മന്ത്രിച്ചു കൊടുത്തത് ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ. ഫബറ, അങ്ങനെ മന്ത്രിച്ചു കൊടുത്തപ്പോൾ രോഗം മാറി. രോഗം മാറിയപ്പോൾ അവരെനിക്ക് തന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കൂലി വാങ്ങിയ കഥ പറയുന്നവർക്കൊക്കെ മാറിയിട്ടാണ് വാങ്ങുന്നത്. അതാണ് സലഫിന്റെ മാതൃക. മിയത്ത ഷാത്തിൽ 100 ആട് തന്നു. അത്യാവശ്യം നല്ല കൂലിയാണ്. ഫാതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖ്ബർതു. സഹാബത്തിന്റെ സൂക്ഷ്മത, കിട്ടിയത് എങ്ങനെങ്കിലും ചപ്പ എന്നുള്ളതല്ല. ഞാൻ അത് ആയിട്ട് നബിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, ഫഖാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഖുദ്ഹ, നീ അത് സ്വീകരിച്ചു കൊള്ളുക. ഫലഅംരി, എന്റെ ആയുസ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം എന്നർത്ഥം. ലമൻ അക്കല ബിറുഖിയത്തി ബാത്തിലിൻ ലഖദ് അക്കൽത ബിറുഖിയത്തി ഹഖ്ഖിൻ. മറ്റുള്ളവരൊക്കെ തെറ്റായ ബാത്തിലായ മന്ത്രം കൊണ്ടാണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ താങ്കൾ ഹത്തായ മന്ത്രം കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. കുഴപ്പമില്ല, വാങ്ങിക്കോ. നമ്മ മനസ്സിലായല്ലോ. ഹാരിജത്തുബിന് സലുത്ത് തമീമിയുടെ അമ്മ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിനെ കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കി നാട്ടിൽ ചെന്നപ്പോ അവിടെ ഉള്ള ആളുകൾ വന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ചങ്ങലയിലുള്ള ഒരു ഭ്രാന്തനുണ്ട്, വല്ല ഹൈറുകൾ എടുക്കലുണ്ടെങ്കിൽ വന്ന് ചെയ്തുതരി. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചു. അയാളുടെ ഭ്രാന്ത് മാറി. അവർ 100 ആട് പ്രതിഫലം നൽകി. അത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നബിന്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മറ്റുള്ളവരൊക്കെ ബാത്തിലായ റുഖിയ കൊണ്ടാണ് തിന്നുന്നത്, എങ്കിൽ നീ ഹത്തായ റുഖിയ കൊണ്ടാണ് തിന്നിട്ടുള്ളത്, ഒരു കുഴപ്പമില്ല. ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും, വഖാല ഇബ്നു അബ്ബാസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹഖ മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. നിങ്ങൾ പ്രതിഫലം വാങ്ങുന്നതിൽ ഏറ്റവും ന്യായമായത്, കടപ്പെട്ടത് അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് പ്രതിഫലം വാങ്ങുന്നതാണ്. ഈ ചികിത്സയുടെ കാര്യത്തിൽ ഞാനത് വിശദീകരിക്കാം. ഹാദാ ഫർഖുൻ മിൻ ഹദീസിൻ വഖലഹുൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഫി തിബ്. ഇത് തിബ്ബിൽ ഇമാം ബുഖാരി മൗസൂലത്തായി നബിയിലേക്ക് ചേർത്തു ധരിച്ച ഒരു ഹദീസിന്റെ ഒരു ഭാഗം മാത്രമാണ്. വസ്തദല്ല ബിഹിൽ ജംഹൂർ. ജംഹൂർ ഉലമാക്കൾ ഈ തുറന്നു പിടിച്ചുകൊണ്ട് തെളിവാക്കിയത് ഫീ ജവാസി അഖ്ദിൽ ഉജ്റത്തി അലാ തഅലീമിൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കുന്നതിന് തന്നെ കൂലി വാങ്ങാം എന്നതിന് ഇതിന് തെളിവാക്കിയിട്ടുണ്ട്. എന്നാൽ വഖാലഫൽ ഹനഫിയ്യ, ഹനഫികൾ അതിന് എതിര് പറഞ്ഞിട്ടുണ്ട്. ഫമനഊഹു ഫി തഅലീം, പഠിപ്പിക്കുന്നതിന് കൂലി വാങ്ങാൻ ഇത് തെളിവാകൂല. കാരണം ഇത് പറഞ്ഞത് പഠിപ്പിച്ച നേരത്തല്ല. ഇത് ഏതിൽ മാത്രമാണ്? വഅജാസൂഹു ഫിർ റുഖ, മന്ത്രത്തിൽ തെളിവ് പിന്നെ കൂലി വാങ്ങാം. കാരണം ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. കദ്ദവായി, ഒരു മരുന്നിന് നമ്മൾ പ്രതിഫലം വാങ്ങുന്നത് പോലെ. ഖാലൂ ലിഅന്ന തഅലീമൽ ഖുർആൻ ഇബാദ വൽ അജ്റു ഫീഹി അലല്ലാഹ്. ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് ഇബാദത്താണ്, അതിനുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കലാണ്. ഇതൊരു മരുന്ന് പോലെ നമ്മൾ നൽകുന്ന പ്രതിനിധിയാണ്, ചികിത്സയാണ്. അതുകൊണ്ട് ചികിത്സക്ക് നമുക്ക് പ്രതിഫലം വാങ്ങാവുന്നതാണ്. ഇതാണ് ഹനഫികൾ അതിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. വഹാദാ അഹ്കം വഅസ്ലം വഅഅ്ളം ബിഇദ്നില്ലാഹ്. എന്നാൽ ആ വിഷയത്തിലുള്ള ഖിലാഫ് ഞാൻ പറഞ്ഞു. വരിയത്തിൽ നിന്ന ഇനി ഇതല്ലാത്ത മറ്റ് ചില കാര്യങ്ങളുണ്ട്. അൽ-ഇലാഫുൽ ഖദരി അതിൽ കൗനി യുഹദ ഇലൈഹി ബിത്തജ്രിബ. ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചുവല്ലോ, ഇങ്ങനെയുള്ള റുഖ അല്ലാതെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പെരിമെന്റിലൂടെ മരുന്നാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് കിട്ടുക? ഒന്നുകിൽ അജ്വ മരുന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയണം, അല്ലെങ്കിൽ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെടണം. അത് പറ്റുമെന്നുള്ളതിനുള്ള സൂചന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ അഅലയിലുള്ള വചനമാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. നീ നിന്റെ രക്ഷിതാവിനെ, റബ്ബിന്റെ ഇസ്മ നീ വാഴ്ത്തുക. അവനെപ്പറ്റി പറയാൻ പാടില്ലാത്തത് പറഞ്ഞത് എല്ലാം ഒഴിവാക്കി, അവന്റെ ഔന്നിത്യം, അവന്റെ ഉന്നതി, എല്ലാ നിലക്കുമുള്ള ഉന്നതി അത് നീ വാഴ്ത്തുക. അവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ലാത്ത അന്യായങ്ങൾ ചെയ്തതെല്ലാം ഒഴിവാക്കി അവനോട് ചെയ്യേണ്ട ഹത്തുകൾ വീട്ടിയിട്ട് അവന്റെ യഥാർത്ഥത്തിൽ അവന് നൽകേണ്ടതായ ആ മഹത്വം കൽപ്പിക്കുക. അല്ലദീ ഖലഖ ഫസവ്വ, അവനാണ് സൃഷ്ടിച്ചത്. എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല, ആ സൃഷ്ടിപ്പ് തസ്വിയ, അന്യൂനമായ സൃഷ്ടിപ്പ് നിർവഹിച്ചവനാണവൻ. വല്ലദീ ഖദ്ദർ,
അവനാണ് ഓരോ വസ്തുവിനും അതിന്റേതായ പ്രോപ്പർട്ടീസ് നിശ്ചയിച്ചത്, അതിന്റെ ക്വാളിറ്റീസ് നിശ്ചയിച്ചത്. ഫഹദ, അതിന് ഇന്ന ക്വാളിറ്റി ഉണ്ട്, ഇന്ന പ്രോപ്പർട്ടി ഉണ്ട് എന്നത് പിന്നെ അവനാണ് അറിയിച്ചു തന്നിട്ടുള്ളത്. അത് ഓരോ വസ്തുവിന്, ഈ വസ്തുവിന് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട്, ഈ വസ്തുവിന് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട്, ഇത് ഭ്രാന്തിന് മരുന്നാകും, ഇത് തലവേദനക്ക് മരുന്നാകും, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിളകും, ഇത് കഴിച്ചാൽ ഇളകുന്നത് നിൽക്കും, ഇങ്ങനെ ഓരോന്നിനും ഓരോ ഗുണമുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്തുക്കൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. തജ്രിബത്തിലൂടെ നമുക്കത് എത്താവുന്നതാണ്. അള്ളാഹു കാര്യങ്ങൾ അറിയിച്ചു തരുന്നവനാണ്. എന്നാൽ ലാ യംബഗി ജമീഉ തജാറുബിൻ നാജിഹ മശ്റൂഅ, പരീക്ഷണത്തിലൂടെ തെളിഞ്ഞിട്ടുള്ള വിജയിച്ചിട്ടുള്ള എല്ലാം നമുക്ക് പറ്റുമോ? അത് പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്. ആ വേർതിരിവ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് കേട്ടോ. അത് നിങ്ങൾ എവിടെയെങ്കിലും മനസ്സിലാക്കുന്നിടത്ത് പാളിച്ച് സംഭവിച്ചാൽ വലിയ പാളിച്ച നിങ്ങൾക്ക് സംഭവിക്കും. ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അത് നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അവിടെ ഒരു നിബന്ധന ഉണ്ട്, വായിച്ചു തരാം. لأنه ليس كل تجربة ناجحة تدل على شرعية هذه الوسيلة. ഏതെങ്കിലും ഒരു പരീക്ഷണം നമ്മൾ നടത്തി നോക്കി, പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ അതെന്തായി തീർന്നു? അത് വിജയിച്ചു, ഫലിച്ചു എന്ന് കണ്ടാൽ ഫലിച്ച എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് മതപരമായി തെറ്റില്ലാത്തതാണ് എന്ന് അതിനർത്ഥമില്ല. വയില്ല, അങ്ങനെ പരീക്ഷിച്ച് ജയിച്ചതൊക്കെ പറ്റും എന്ന് വരികയാണെങ്കിൽ, ഉദാഹരണമായിട്ട് പിന്നെന്താണ് കിസ്മീർ അല്ലെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ നായന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു 5-6 പേരുകളുണ്ട്. ആ പേരുകൾ അതൊക്കെ അക്ഷരം വേർതിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിൽ നിന്ന് മുന്നിക്കും മുന്നിൽ നിന്ന് ബാക്കിക്കും എഴുതിച്ചു കൊടുത്തു. അങ്ങനെ കെട്ടിക്കൊടുത്തപ്പോ ഭ്രാന്ത് മാറി, 5-8 ആൾക്കാർക്ക് മാറി എന്ന് വിചാരിക്കുക. അത് പരീക്ഷണമാണ്. ആ പരീക്ഷണം വിജയിച്ചു. അതിനങ്ങനെ ഒരു ഹസിയത്തുണ്ട് എന്നൊരാൾ വാദിക്കാൻ തുടങ്ങിയാൽ കള്ളത്തരത്തിനും ബിദ്അത്തിന്റെയും വിശാലമായ വാതിൽ തുറക്കലാകും. വൽ ഖുറാഫ്, അന്ധവിശ്വാസത്തിന്റെ വാതിൽ തുറക്കലാകും. ബൽ ഷിർക്കിന്റെലേക്ക് കൂടിയുള്ള വാതിലായിരിക്കും അത്. അല്ലദീന യതവസ്സലൂന ബിൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ, അംബിയാക്കളോട് ഔലിയാക്കളോട് സാലിഹീങ്ങളോട് ഞങ്ങൾ തവസ്സുൽ നടത്തി, വിജയിച്ചു. വിജയിച്ചാൽ മതിയല്ലോ. വിജയിച്ചത് കൊണ്ട് മാത്രം, ഫലം കണ്ടതുകൊണ്ട് മാത്രം, ചിലപ്പോൾ ചില ചില്ലറ ഫലങ്ങളൊക്കെ മനുഷ്യനെ പെടുത്താൻ വേണ്ടിയിട്ട് വേറെ നിരക്കുണ്ടായിരുന്നു വരും. അതിൽ നിങ്ങൾ കുടുങ്ങണ്ട. അത് പരീക്ഷിച്ച് വിജയിച്ചു എന്ന് മാത്രം പോരാ, മറിച്ച് പലതവണ പരീക്ഷിച്ചു, അവിടെയൊക്കെ അത് വിജയിച്ചു എന്ന ന്യായമായിരിക്കും. അന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഫലം കണ്ടു എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിനടുക്കൽ കുറ്റമില്ലാത്തതാണ് എന്ന് അതിനെക്കുറിച്ച് വിധിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് അതിന്റെ നിബന്ധന? അതിന്റെ നിബന്ധന ഞാൻ പറയാം. ഒന്ന്, ആ ചെയ്യുന്ന കാര്യം ഗൈബിയാത്തുമായി ഒരു ബന്ധവും ഇല്ലാത്തതാകണം. ലൗ ഖീൽ ഹുനാക ഫർഖുൻ ബൈനൽ അംറൈൻ അത്തവസ്സുൽ ഇബാദത്തുൻ മഹ്ള യഹ്താജു ഇലാ ദലീൽ ബൈനമാ തദാവിയ അൽ-അസ്ലു ഫീഹാ അൽ-മശ്റൂഇയ്യത്തു വൽ ജവാസ്. പറയാമല്ലോ, തവസ്സുല് നടത്തിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരോട് തവസ്സുല് നടത്തി, എന്റെ രോഗം മാറി. ഔലിയ ആ വലിയനോട് അല്ലെങ്കിൽ ആ ബീവിനോട് അല്ലെങ്കിൽ ആ തങ്ങളോട് ഞാൻ തവസ്സുല് നടത്തി, എന്റെ രോഗം മാറി, അല്ലെങ്കിൽ കുട്ടിന്റെ ഭ്രാന്ത് മാറി. ഇത് ഞങ്ങൾ എന്റെ കുടുംബത്തിലല്ല അയൽവക്കത്ത് പരീക്ഷിച്ചു, അവിടെയും മാറി. ഇങ്ങനെ പറഞ്ഞാൽ പറ്റോ? ചികിത്സന്റെ അസുല് ഏത് ചികിത്സയും പറ്റുമെന്നുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ അല്ലാമത്തുൽ അൽബാനി അതിന് കൊടുത്ത മറുപടിയാണ് ഈ വിഷയത്തിലെ അൽ ഫാരിഖു വൽ ഫൈസൽ. അതിനുള്ള ശരിയായ അതിന്റെ അതിർത്തി വരയ്ക്കുന്ന വാക്ക് അദ്ദേഹം പറയുന്നു, ഹാദൽ കലാമു ഉറാഹു സഹീഹ. ഈ പറയുന്ന വാദങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഫീമാ ലൗ കാനൽ അംറു മുതഅല്ലിഖൻ ബിമുആലജതി ഉമൂരിൻ ലാ തതഅല്ലഖു ബിൽ ഗൈബ്, ലാ തതഅല്ലഖു ബിൽ ഗൈബ്. വെറും ചികിത്സയുമായി മാത്രമേ അതിന് ബന്ധമുണ്ടാകാവൂ, ഖദറിയായ വിഷയത്തിൽ മാത്രമേ അതിന് ബന്ധമുണ്ടാവൂ. ഒരിക്കലും അത് ഗൈബിയാത്തുമായി, അദൃശ്യ ലോകവുമായിട്ട് അതിന് ബന്ധമുണ്ടാകാൻ പാടില്ല. ഇത് ഈ ഔലിയനോട് ചോദിച്ചു, അപ്പെന്തായി? അത് ഗൈബുമായിട്ട് ബന്ധമായി. അല്ലെങ്കിൽ ആ ബീവിന്റെ അടുക്കലേക്ക് ഞാൻ കോഴിയിലൊഴിഞ്ഞിട്ടു, ശരി, അത് ഗൈബിയായ കാര്യവുമായി ബന്ധമുണ്ടായി. ഇങ്ങനെ ഗൈബുമായി ബന്ധമില്ലാതെ കൗലിയായ നിലക്ക് മാത്രമുള്ള ഒരു ചികിത്സയാണെങ്കിൽ ചികിത്സകൾ പറ്റും, ശരിയാണ്. എന്നാൽ ഗൈബിയായ നിലക്ക്, പ്രകൃത്യാതീതമായ നിലക്ക്, അതിൽ പ്രകൃത്യാതീതമായ നിലക്കുള്ള ചില ബന്ധങ്ങൾ അതിൽ വരികയാണെങ്കിൽ പറ്റില്ല.
ലാ തതഅല്ലഖു ബിമാ യുഖാലു അൽ-യൗം ബിമാ വറാഅൽ മാദ്ദ. പദാർത്ഥത്തിനപ്പുറത്തുള്ള ഒരു കാര്യത്തെ നമ്മൾ അതിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് അങ്ങനെ പറയാം, പണ്ടുകാലത്ത് പറഞ്ഞത് ഗൈബിയാത്തിനാണ്, ഇന്ന് മാറ്റക്കപ്പുറമുള്ളത് പദാർത്ഥാതീതം എന്ന് പറയും. പദാർത്ഥാതീതമായ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് അതിലുണ്ട് എങ്കിൽ പറ്റില്ല. പദാർത്ഥാതീതം എന്നിവർ പറയുന്നത് വഹുൽ ജിൻ, അത് ജിന്നിനോടുള്ള സഹായം ചോദിക്കലാണ്. മിൻഹാദൽ ഖബീൽ, അധീനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ചികിത്സ പരീക്ഷണാടിസ്ഥാനത്തിൽ ഫലം കണ്ടതൊക്കെ പറ്റും എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ ഫലം കണ്ടത് ചെയ്യാം, അതിന് ഗൈബിയത്തുമായിട്ട് പദാർത്ഥത്തിനപ്പുറത്തുള്ള രോഗവുമായിട്ടൊരു ബന്ധവും ഇല്ലെങ്കിൽ, പദാർത്ഥാതീതമായ പ്രകൃത്യാതീതമായ അദൃശ്യമായ ഒരു ഇൻവോൾവ്മെന്റ് വിഷയത്തിലുണ്ടെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഫലം കണ്ടു എന്നതുകൊണ്ട് മാത്രം അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് ശരഅന്റെ കൽപ്പനന്റെ വേറെ വരണം. അപ്പോഴോ ഇനി ചില ആളുകൾ മന്ത്രിക്കൽ പറ്റുന്നുള്ളതിന്റെ പേരിൽ എന്തുകൊണ്ടും മന്ത്രിക്കാൻ തുടങ്ങും. ആ മന്ത്രം തന്നെ ഞാൻ അത് മന്ത്രിച്ചപ്പോൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫലം കണ്ടിട്ടുണ്ട് എന്ന് പറയും. മന്ത്രത്തിന് ഫലം കണ്ടാൽ മാത്രം ചെയ്യാൻ പറ്റുമോ? അത് പോരാ എന്നുള്ളതാണ് സത്യത്തിൽ. മന്ത്രമാകുമ്പോൾ എന്താണ്, ശിർക്കോ ശിർക്കിലേക്ക് എത്തുന്നതോ ആയ കാര്യങ്ങളില്ല എങ്കിൽ നമുക്ക് പറ്റും, ശരി തന്നെ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിന് പ്രത്യേക രൂപങ്ങൾ മന്ത്രത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേക വചനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ അല്പം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വഖദ് തമസ്സക ഖൗമുൻ ബിഹാദൽ ഉമൂം ഫജാസു കുല്ല റുഖിയത്തിൻ ജുർബത്ത് മൻഫഅതുഹ. ഫലസിദ്ധി ഉണ്ട് എന്ന് പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള ഏത് മന്ത്രവും പറ്റും എന്നുള്ളിടത്തേക്ക് ഈ വാക്ക് പിടിച്ചുകൊണ്ട് ചിലർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വലൗലം യുഅഖൽ മഅനാഹ, അതിന്റെ മഅന മനസ്സിലായിട്ടില്ലെങ്കിലും, പ്രാർത്ഥിക്കുന്ന മന്ത്രിക്കുന്ന വചനത്തിന്റെ അർത്ഥമറിയില്ലെങ്കിലും ഫലസിദ്ധിയുണ്ട് എന്നതിന്റെ പേരിൽ അത് പറ്റുമെന്ന് ചിലർ പറയും. ലാക്കിൻ ദല്ല ഹദീസ് ഔഫ് ബിൻ മാലിക്കുൽ അശ്അരിയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ മദ്ലൂൽ, അതിന്റെ ആശയം അന്നഹു മഹുമാ കാന മിന റുഖ യുവദ്ദി ഇല ശിർക്ക് യുംന, ശിർക്കിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ്. വമാ ലാ യുഖലു മഅനാഹു, ഇനി ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുടെ മന്ത്രത്തിന്റെ വചനത്തിന്റെ അർത്ഥം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ശിർക്കിലേക്ക് എത്തില്ല എന്ന് നമുക്ക് നിർഭയമായിരിക്കാൻ കഴിയില്ലല്ലോ. അതിനാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത് ഒഴിവാകണം. അപ്പൊ പ്രാർത്ഥിക്കുന്നത് കൃത്യമായ ശരിയായ വചനങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം, അല്ലാതെ പറ്റില്ല. ഇനി അതിന് വേറെ ചില ആളുകൾ കുറെ അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാർ ചെയ്തു എന്ന് പറയും. ഇത് ആ ഭാഗം ഫത്ഹുൽ ബാരിയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്, 10-ാം വാള്യം 206-ാമത്തെ പേജ്. വെള്ളത്തിന് ഊതുന്ന രീതിയിൽ ഇതാണ് അടുത്ത സംശയം. വെള്ളത്തിൽ ഊതിയിട്ട് കൊടുക്കാൻ പറ്റും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വഹാബി വലിയ വെള്ളത്തിൽ ഊതി കൊടുത്തതായി നമുക്ക് കിട്ടിയാൽ അതിന്റെ മംഫഅത്ത് കിട്ടിയാൽ മാത്രം പോരാ. കാരണം ഇതിനെന്തുണ്ട്, ഇതിന് മിക്കവാറും ഗൈബിയായ പദാർത്ഥാതീതമായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് അതിന് ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതില്ലാത്ത നിലക്കത് ചെയ്തിട്ടുണ്ടാകാം മുൻകാലങ്ങളിൽ ആരെങ്കിലും, അത് വേറെ കാര്യമാണ്. ഇന്ന് നമ്മൾ വെള്ളത്തിൽ ഊതി കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പെട്ടെന്ന് വരിക ഊതുന്ന ആളുടെ മഹാത്മ്യത്തിലേക്കാണ് പോവുക. അയാൾ നല്ലൊരു ഒരു ഊത്ത് വിദഗ്ധനാണ്, നല്ല അയാൾ ഊതിയാൽ മാറന്നെ ചെയ്യും. അയാളെ ഊത്ത്, അയാളുടെ നൂര്, അയാളുടെ മന്ത്രം, അയാളുടെ അലസ്, അയാൾ ദിവ്യൻ, അവിടെ അടച്ച്. അതുകൊണ്ട് പണ്ടേതെങ്കിലും ചില ഉലമാക്കൾ ഇങ്ങനത്തെ കാര്യമൊന്നും കൂടാതെ ഊതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇന്ന് നമുക്ക് തെളിവാക്കാൻ പറ്റൂല. ഈ വിഷയത്തിൽ കിട്ടുന്ന ഏറ്റവും പഴയ തെളിവ് ഇതാണ്. ഇമാം അഹ്മദിന്റെ പുത്രനായ ഇമാം സാലിഹ് പറഞ്ഞു, ചിലപ്പോ എനിക്ക് രോഗം വരും, അബി, അപ്പോൾ എന്റെ പിതാവ് എന്നെ പിടിക്കും. പിതാവ് കൊണ്ടുവരും കദഹൻ ഫിഹിമ, ഒരു കപ്പില് കുറച്ച് വെള്ളം കൊണ്ടുവരും. ഫയഖറഉഅലൈഹി, എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഖുർആൻ പാരായണം ചെയ്യും. വയഖൂലു ലി ഇശ്റബു മിൻഹു, നീ അതിൽ നിന്ന് കുടിക്കുമെന്ന് പറയും. വഗ്സിൽ വജ്ഹക വയദൈക, മുഖവും കൈയും കഴുകുക എന്ന് പറയും. ഇങ്ങനെ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് ചെയ്തതാ. ഈ സംഭവമാണ് ഈ വിഷയത്തിൽ കിട്ടുന്ന ഏറ്റവും പഴയ തെളിവ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സഹാബി വരും ചെയ്തത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇമാം അഹ്മദ് അത് ചെയ്യുമ്പോൾ അതിന് ഗൈബിയായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം
അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്തു എന്നും വന്നുകൊള്ളണമെന്നില്ല. ഇനി അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തതിന് വേറെ എന്തെങ്കിലും തെളിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷെ ആ തെളിവ് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അടുത്തൊരു തെളിവെന്താണ്? സൂയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആൽ ഷെയ്ഖ്, അറേബ്യയിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ ഷെയ്ഖ് ബിൻ ബാസിന് മുമ്പുണ്ടായിരുന്ന മുഫ്തി മുഹമ്മദ് ബിൻ ഇബ്രാഹിം, അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അനഫസിൽമ, വെള്ളത്തിൽ ഊതി കൊടുക്കുന്നതിനെ കുറിച്ച്. അദ്ദേഹം കൊടുത്ത മറുപടി ലാ ബഅസ ബിദാലിക്, അതിന് കുഴപ്പമില്ല എന്നാണ്. ഫഹുവ ജായിസ്, അത് അനുവദിക്കപ്പെടുമെന്നാണ്. ബൽ ഖദ് സറഹൽ ഉലമാഉ ബിസ്തിഹ്ബാബിഹി, അദ്ദേഹം ഉലമാക്കൾ അത് മുസ്തഹബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിന്റെ വിധി എന്താണ്? ആ വിഷയത്തിന്റെ വിധി ഇമാം സാലിഹ് ഇബ്നുൽ ഇമാം അഹ്മദ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ ഇബ്രാഹിം കൊടുത്തിട്ടുള്ളത്, അത് അവർ നമുക്ക് അതിന് വ്യക്തമായ ഒരു രേഖ ഉദ്ധരിച്ചു തരാത്തിടത്തോളം അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഉലമാക്കളുടെ അഖ്വാലുകൾ അവര് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് തെളിവ് കാണിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തെളിവില്ലാത്തിടത്തോളം നഖിഫു ഹൈസു യഖിഫു ദലീൽ വനദൂറു ഹൈസു യദൂറു ദലീൽ, എവിടെയാണോ തെളിവ് ചെന്ന് നിൽക്കുന്നത് അവിടെ നിൽക്കണം, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റൂല. എവിടെയാണോ തെളിവ് കറങ്ങുന്നത് തെളിവിന്റെ കൂടെ നമ്മളും കറങ്ങണം, തെളിവ് നിൽക്കുന്നിടത്ത് നമ്മൾ നിൽക്കണം. ഉലമാക്കൾ ആ പറഞ്ഞ ആളുകൾ ചിലപ്പോൾ ദലീൽ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ അവരത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലാത്ത നിരക്ക് നമുക്ക് തെളിവ് കിട്ടാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ അൽബാനിയും ഇമാം ഷെയ്ഖ് മദ്ഖലിയും ഹഫിളഹുല്ലാ, മദ്ഖലി ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞതാണ് അതിലെ വസ്തുത. അൽബാനി അതേ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. വെള്ളത്തിൽ ഊതുന്നത് അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലാമത്തുൽ അൽബാനിയോട് ചോദിച്ചു. ഇബ്നു ബാസ് യുൻഖലു അൻ അബീ ദാവൂദ് ഫീ സുനനിഹി ഫീ കിതാബി സിദ്ഖ്, അബൂദാവൂദിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂദാവൂദ് കിതാബ് സിദ്ഖിൽ കൊടുത്തൊരു ഹദീസ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഫതആലാമ ഒരു വെള്ളത്തിലൂതി കൊടുത്തു എന്നുള്ളത്. ഹൽ സഹ ഇൻദകും ഹാദാ, ഈ ഹദീസ് നിങ്ങളുടെ അടുക്കൽ സഹീഹാണോ എന്ന് ചോദിച്ചു. അൽബാനി ക്ലിയർ ആയിട്ട് പറഞ്ഞു, ലാ, അല്ല, ഇസ്നാദുഹു ദഈഫ്, അതിന്റെ സനദ് ദുർബലമാണ്, ലാ യസ്ഹ്, ആ ഹദീസ് സഹീഹ് അല്ല. അതുകൊണ്ട് ഇബ്നു ബാസ് പണ്ഡിതനാണ് റഹിമഹുല്ലാ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് മർഹമത്തും മഗ്ഫിറത്തും നൽകട്ടെ. ആ അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള ആ കാര്യത്തിന് അദ്ദേഹം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ദഈഫാണ് എന്നതാണ് ആ വിഷയം ആത്യന്തികമായി പറയാൻ അവകാശപ്പെട്ട അൽബാനി പറഞ്ഞത്. അത് സഹീഹാണ് എന്ന് ഇനി ആരാണ് തെളിയിക്കേണ്ടത്? ശൈഖ് ഇബ്നു ബാസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു, അദ്ദേഹം വഫാത്തായി. അതുകൊണ്ട് ആ ഹദീസ് സനദിയായ നിലക്ക് തെളിവിന് പറ്റണമെങ്കിൽ സഹീഹാകണം. ആകാത്തിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റൂല. ഉലമാക്കൾ ചെയ്ത പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അത് സ്വീകരിക്കാനുള്ള മാനദണ്ഡം ശരിയായ തെളിവ് അവർ നമുക്ക് കാണിച്ചു തരുമ്പോൾ മാത്രമാണ്. ശരിയായ തെളിവുണ്ടാകുമ്പോൾ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യം മനസ്സിലാക്കി തരിക എന്നതാണ് ഉലമാക്കളുടെ ദൗറ്. അല്ലാതെ തെളിവില്ലാത്തൊരു കാര്യം അവർ പറഞ്ഞാൽ അപ്പോ ഇബ്നു ബാസും മറ്റേതും തെളിവില്ലാതെ പറഞ്ഞു എന്ന് ഞാൻ പറയില്ല. കാരണം ഇബ്നു ബാസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മൻഹജിനെ കുറിച്ച് എനിക്കറിയാവുന്നത്, അദ്ദേഹം സഹീഹുൽ മൻഹജ് വസഹീഹുൽ ഉസൂൽ, അദ്ദേഹത്തിന്റെ ഉസൂലുകളും മൻഹജുകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് വേറെ തെളിവ് കിട്ടിയിട്ടുണ്ടാവും, അത് നമുക്ക് എത്തിച്ചു തന്നിട്ടില്ല. നമുക്കത് എത്താത്തിടത്തോളം നമ്മളിത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനല്ല. മദ്ഖലി ഒന്നുകൂടി വ്യക്തമാക്കി. ശൈഖ് റബീഉ ബിൻ ഹാദി ബിൻ ഉമൈർ അൽ മദ്ഖലി ഹഫിളഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ലാ യൻബഗി, അത് ചെയ്യേണ്ട കാര്യമില്ല. വൈൻ ഖാലഹു ബഅദുൽ ഉലമാ, വെള്ളത്തിൽ ഊതാം എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വലാ യൂജദു ദലീലുൻ അലൈഹി, കാരണം അങ്ങനെ വെള്ളത്തിൽ ഊതിയതിന് ഒരു തെളിവും നിലനിൽക്കുന്നില്ല. الرسول صلى الله عليه وسلم ما فعل هذا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. വസ്സഹാബത്തു മാ ഫഅലു, സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും, അല്ലാഹു നിങ്ങളിൽ ബർക്കത്ത് ചെയ്യട്ടെ. വഹൗലാഇ الذين يجيزون الكتاب, ചില ആളുകൾ ഖുർആൻ എഴുതിക്കട്ട അല്ലെങ്കിൽ ഖുർആൻ ഓതി വെള്ളത്തിലൂടാം, വബാഉലക്കിയ, അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ അവർ ചെയ്യും, വൽഗസ്ല, അതുപോലെ തന്നെ ഖുർആൻ ഊതിയിട്ട് അതുകൊണ്ട് കഴുകുക, വമിസ്ലു ഹാദിഹിൽ ഹാജാത്ത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാ ഇൻദഹും അദില്ല, അതവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള ദലീൽ അവർ കൊണ്ടുവന്നിട്ടില്ല. വഹും അല്ലമൂന,
ആ ഉലമാക്കളാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. അന്നനാലാനൊരു മക്കളത്തനില്ലാതിൽ ഒരു മക്കളെയും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നാം സ്വീകരിക്കരുത് എന്ന്. അത്രയ്ക്കും കിബ്ദൽ ഹദീസ്. ഇതാണ് എന്റെ വസ്തുത. ഇബ്നു ബാസ് ആണെങ്കിലും ശരി, ഇനി അതിനപ്പുറം മുകളിലുള്ള മറ്റു ആളുകളാണെങ്കിലും ശരി, അവര് നമ്മെ പഠിപ്പിച്ചു തന്ന മൻഹജ് ദീനിന്റെ പാഠം എന്താണ്? ഒരു മക്കളെയും ദലീല് കൊണ്ടല്ലാതെ നിങ്ങൾ പിടിക്കരുത് എന്നാണ്. ആ അസുലിൽ നമ്മൾ നിൽക്കുന്നു. ഇവർ ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദലീലുണ്ടായിരിക്കാം. പക്ഷെ ദലീല് നമ്മുടെ കൈവശം കിട്ടാത്തിടത്തോളം, അറിയാത്തിടത്തോളം നമുക്കത് ചെയ്യുക പാടുള്ളതല്ല. ഉലമാക്കൾ ആരും തന്നെയാണെങ്കിലും അവരുടെ എല്ലാ വാക്കുകളും സ്വീകരിക്കാൻ കഴിയില്ല. എല്ലാ വാക്കുകളും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഇസ്മത്തുള്ളത് മഅസൂമായിട്ടുള്ളവൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലെന്നല്ല, ഇത്തരം പണ്ഡിതന്മാരുടെ നിരീക്ഷണങ്ങളിൽ, അഭിപ്രായങ്ങളിൽ, അഖ്വാലുകളിൽ തെളിവുകൾ അവർക്കുണ്ടായിരിക്കാം. അവർ തെളിവ് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തെളിവില്ലാതെ അവർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണെങ്കിൽ അത് പറയാനും സ്വീകരിക്കാനും വിശ്വസിക്കാനും നമ്മൾ ബാധ്യസ്ഥരല്ല. എന്നാൽ അവർ പണ്ഡിതന്മാർ എന്ന അർത്ഥത്തിൽ, അഹ്ലുസുന്നയുടെ മൻഹജും ഉസൂലും പാലിക്കുന്നവരെന്ന അർത്ഥത്തിൽ അവരങ്ങനെ ചെയ്തതിന് അവർക്ക് വല്ല തെളിവും വേറെ ഉണ്ടായിരിക്കാം എന്ന് ഹുസ്നും വന്ന് അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുകയും അവരുടെ വാക്കുകളെ ഖൈറു മഹ്മലിലേക്ക് നല്ല നിലക്കതിനെ വ്യാഖ്യാനിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അയാൾ തെറ്റ് പറഞ്ഞു എന്നൊരു ആലിമിനെ കുറിച്ച് അത് പറയണമെങ്കിൽ മൻഹജിൽ പഴച്ച, അഖീദയിൽ പഴച്ച, ഉസൂലിൽ പഴച്ച ഒരാളാണെങ്കിൽ ഒറ്റടിക്ക് തെളിവെടുത്ത് പറയും. ഇപ്പോ അബൂബക്കറുൽ ജസ്സാസ് പറഞ്ഞു, ബഹുമാനമില്ലാതെ ഒരടിക്ക് നമ്മൾ പറഞ്ഞു തെറ്റാണ്. കാരണം എന്താണ്? മൻഹജില്, അയാൾ ഉസൂലില് അത് കഴിവുള്ളതാണ്. അപ്പൊ അടിസ്ഥാനം കഴിച്ച ആളെ പിന്നെ മസല ശരീരം നോക്കി നിൽക്കേണ്ടതില്ല, തെറ്റി നോക്കേണ്ടതില്ല, അതിട്ടും പോയതന്നെ. നേരെ മറിച്ച് അടിസ്ഥാനം, ഉസൂലുകൾ, മൻഹജുകൾ തെറ്റില്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ വാക്ക് പരമാവധി നല്ല ധാരണയിൽ ഉത്തമ വിശ്വാസത്തിലെടുക്കണം. പക്ഷെ തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, തെളിവ് നമുക്കത് തന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കതുകൊണ്ട് അമല് ചെയ്യാൻ വയ്യ, അത് സ്വീകരിക്കാൻ വയ്യ, അയാളെ കുറ്റപ്പെടുത്താൻ നിലപാട്. ഇതാണ് ഇത് ശരി. എന്നാൽ ജിന്നിൽപ്പെട്ടിട്ടുള്ള ചില ആണുങ്ങളും മനുഷ്യരിൽപ്പെട്ടിട്ടുള്ള ചില പെണ്ണുങ്ങളും, ജിന്നിൽപ്പെട്ടിട്ടുള്ള ചില പെണ്ണുങ്ങളും മനുഷ്യരിൽപ്പെട്ട ചില ആണുങ്ങളും തമ്മിൽ ലൈംഗിക ബന്ധം നടക്കും. അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാളുടെ രൂപത്തിൽ പോയിട്ട് പ്രബോധനം നടത്തും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇബ്നു തൈമിയ്യയുടെ ഫത്വാവയിലുണ്ട്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിന്റെ പരാമർശങ്ങളിൽ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന് ഊതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹാബികൾ എഴുതി കെട്ടിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, എഴുതി കെട്ടിയിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തിന്റെ മകൻ എഴുതി കെട്ടി എന്നാണ് പറയുന്ന സംഭവം. അതല്ല, അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കും. മനഃപ്പാടമാകാൻ വേണ്ടിയിട്ട് മനഃപ്പാടമാകുന്നത് വരെ ഒരു കടലാസിൽ എഴുതിയിട്ട് കൊടുക്കും. അതാണ് ആളുകൾ കടലാസിൽ എഴുതി കെട്ടി എന്ന് പറഞ്ഞത്. മനഃപ്പാടാകുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യും. ഇപ്പോ എന്റെ കുട്ടി, ആ കുട്ടിക്ക് മുഅവ്വിദാത്ത് മനഃപ്പാടല്ല, എന്നാൽ ഇതിൽ നിന്ന് ചൊല്ലിപ്പടിക്കുന്ന പറഞ്ഞിട്ട് കടലാസിൽ ഞാൻ എഴുതി കൊടുത്താൽ അവന്റെ കൂടെ അവൻ കൊണ്ടു നടന്നു. അത് ഖുർആൻ എഴുതി കെട്ടലാവില്ല. അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ആയത്തെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു, അറിയിലപ്പാന്ന് പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തു, ഇത് കൂടെ കൊണ്ടുവരണോ, അത് കൊണ്ടു നടന്നു. ഇങ്ങനത്തെ ഒരു സംഭവത്തെയാണ് എഴുതി കെട്ടിയതായി പറയുന്നത്, അല്ലാതെ സഹാബത്തെ എഴുതി കെട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തെളിവ് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തിടത്തോളം നമുക്ക് പണ്ഡിതന്മാര് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ആ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. ഇതാരാ നമ്മളെ പഠിപ്പിച്ചത്? സുബൈറല്ല, ഉലമാക്കൾ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള മൻഹജാണ്. അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആല പറയുന്നു, ലാ യഹില്ലു ലിഅഹദിൻ, ഒരാൾക്കും കരണീയമല്ല, പാടില്ലാത്ത കാര്യമാണ്, അനുവാദമില്ല. അയ്യഹുന ബിഖൗലിന, ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായം സ്വീകരിക്കുക, ആ വാക്ക് ആവർത്തിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് ദീനായി പിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. മാലം യഅലം മിൻ ഐന അഖദ്നാഹു, എവിടുന്നാണ് ഞാനത് എടുത്തത്, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ, അതവൻ മനസ്സിലാക്കണം. എന്നാ പറയാം. അപ്പോ ഇബ്നു ബാസ് ജിന്നുമായിട്ട് കൂടുതൽ സംസാരിച്ച ഒരു സംഭവം കാണുന്നുണ്ട്. അത് നമ്മൾ പറയണമെങ്കിൽ ഇബ്നു ബാസിനെ ആ വിഷയത്തിൽ നമ്മൾ അംഗീകരിച്ച് അദ്ദേഹം ചെയ്തതുപോലെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള തെളിവ് അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടിയത് നമ്മൾ അറിഞ്ഞ് ആ തെളിവ് കാണണം. അത് കാണാത്തിടത്തോളം സ്വീകരിക്കേണ്ടതില്ല. ജിന്നും ഇൻസും തമ്മിലുള്ള മുനാക്കഹ, ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, അതിന്
ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല ശൈഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് ശരി എന്ന് പറയണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ അതിനുള്ള തെളിവ് അദ്ദേഹം കണ്ടെടുക്കുന്നത് നമുക്ക് കാണണം, ഇല്ലെങ്കിൽ നിവൃത്തിയില്ല. അതാണ് അവർ പഠിപ്പിച്ചത്. ചിലപ്പോ ഉണ്ടാകും തെളിവ്, നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളൂ. അതുകൊണ്ട് അവരെ കുറിച്ച് ഉത്തമ വിശ്വാസത്തിലെടുക്കുക. അവർ എല്ലാ വിഷയത്തിലും മൻഹജും ഉസൂലും തെറ്റാതെ പോന്ന അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളും ഇമാമികളുമാണ്. ഈ കാര്യം ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം സുന്ന അൽ ഇമാമുൽ മുബജ്ജൽ അബൂ അബ്ദില്ലാഹ് ശൈബാനി അദ്ദേഹം പറഞ്ഞു, ലാ തുഖല്ലിദിനി, നിങ്ങൾ എന്നെ അന്ധമായി അനുകരിക്കരുത്. വലാ തുഖല്ലിദ് മാലിക്കൻ, അല്ലെങ്കിൽ ഇമാം മാലിക്കിനെ പോയി അനുകരിക്കാൻ നടക്കരുത്. വല ശാഫിഇയ്യ, അല്ലെങ്കിൽ ശാഫിഈ അനുകരിക്കരുത്. വല ഔസാഇ, അല്ലെങ്കിൽ ഔസാഇയെ നിങ്ങൾ അനുകരിക്കരുത്. വല സൗരി, അല്ലെങ്കിൽ സുഫ്യാൻ സൗരിയെ നിങ്ങൾ അനുകരിക്കരുത്. വഖുൽ, നിങ്ങൾ സ്വീകരിക്കണം മിൻ ഹൈസു അഖലു, എവിടുന്നാണ് അവരെടുത്തത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ അതേ ചെയ്യാറുള്ളൂ. ഇതാണ് ഈ വിഷയത്തിൽ അന്തിമമായി പറയാനുള്ളത്. ഒരു കാര്യം, ഉമർ സുലൈമാനുൽ അഖ്തറി എഴുതിയിട്ടുള്ള ആലമുൽ ജിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യയുടെ ഫതാവയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ബാസിനെ കുറിച്ച് പറയുന്നിടത്ത് കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതായിട്ട്, ചികിത്സകൾ നടത്തിയതായിട്ട് കൂടുതൽ സംസാരിച്ചതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ വെള്ളത്തിൽ ഊതിക്കൊടുക്കുന്നതായി കാണുന്നുണ്ട്, ചിലർ ഖുർആൻ എഴുതിക്കെട്ടുന്നതായി കാണുന്നുണ്ട്. ഈ വിഷയങ്ങൾക്കൊക്കെ ഈ ഒരൊറ്റ മറുപടിയാണ്, അത് ചില ഉലമാക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അവരെ കുറ്റപ്പെടുത്താൻ അവകാശമുള്ളവരല്ല. കാരണം ആ ചെയ്ത ഉലമാക്കൾ അവരുടെ ഉസൂലുകളും മൻഹജുകളും ശരിയാണ്. ആ ശരിയായ ഉലമാക്കളാണെങ്കിൽ അവർക്കൊരു പക്ഷേ വേറെ തെളിവ് കിട്ടിയിട്ടുണ്ടാകും. അത് നമ്മോട് വിശദീകരിച്ചിട്ടില്ല. അവർ ആ ന്യായത്തിൽ ചെയ്തതായിരിക്കും, അവരെ കുറ്റപ്പെടുത്തരുത്. ആ ന്യായത്തിൽ അവർ ചെയ്തത് നമുക്ക് തെളിവില്ലാതെ സ്വീകരിക്കേണ്ടതുണ്ടോ? തെളിവില്ലാതെ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ഇമാം മാലിക് നമ്മളെ പഠിപ്പിച്ചത്, അഹ്മദ് നമ്മളെ പഠിപ്പിച്ചത്, അബൂ ഹനീഫ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിലുള്ളത്. അല്ലാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. നമ്മുടെ റുസൽ, നമുക്ക് കിട്ടിയ അറിവ് അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ ഇവരെ കുറ്റപ്പെടുത്താനും പാടില്ല. ഇത്രയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയായി.